കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ തൻ്റെ മഹാപൗരോഹിത്യ പ്രാർത്ഥനയിൽ ഇപ്രകാരം പറയുകയുണ്ടായി: പിതാവേ, അങ്ങ് എനിക്ക് തന്ന വചനം ഞാൻ ഇവർക്ക്, അതായത് ശിഷ്യന്മാർക്ക് കൊടുത്തിരിക്കുന്നു. അവർ അതിനെ പ്രമാണിച്ചുമിരിക്കുന്നു. അങ്ങയുടെ വചനം സത്യമാകുന്നു. സത്യത്താൽ ഇവരെ വിശുദ്ധീകരിക്കണമേ. ദൈവസഭയ്ക്ക് നമുക്ക് ഓരോരുത്തർക്കും ദൈവം നൽകിയിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം സത്യമാണ്, സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിട്ടുള്ളതാണ്. ആ സത്യവചനത്താൽ ദൈവം നമ്മെ വിളിക്കുന്നു, വേർതിരിക്കുന്നു, ദൈവം നമ്മെ വിശുദ്ധീകരിക്കുന്നു. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ശക്തിക്കും ശുദ്ധിക്കും വേണ്ടിയുള്ള ദൈവശബ്ദം എന്നുള്ള വിഷയത്തെക്കുറിച്ച് ഞാൻ പല സന്ദർഭങ്ങളിൽ ഇരുന്ന് ദൈവവചനം വായിച്ചപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് പ്രത്യേകാൽ ഹൃദയത്തോട് ഇടപെടുവാനായിട്ട് ഇടയായി തീർന്നു. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. യഹൂദന്മാരൊരു കാലത്ത് ദൈവം നേരിട്ട് സംസാരിക്കുന്നു എന്ന് വിശ്വസിച്ചിരുന്ന ഒരു കൂട്ടമാണ്. ഉദാഹരണത്തിന് ശമൂവേൽ, അതുപോലെ തന്നെ ഏലിയ പ്രവാചകന്മാർ, ഇവരിലൂടെയെല്ലാം ദൈവം നേരിട്ട് ഞങ്ങളോട് സംസാരിച്ചു. എന്നാൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കാലം വന്നപ്പോൾ അവർക്ക് അങ്ങനെ വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. ദൈവം വിദൂരസ്ഥനാണ്, നേരിട്ട് സംസാരിക്കുന്ന കാലമൊക്കെ കഴിഞ്ഞുപോയി. പ്രത്യേകിച്ച് നമ്മുടെ കർത്താവ് ഈ ലോകത്തിൽ അവതരിച്ചപ്പോൾ ഒരു 400 സൈലൻ്റ് ഇയേഴ്സ്, 400 നിശബ്ദ വർഷങ്ങൾ കഴിഞ്ഞാണ് നമുക്കറിയാം ആ ഒരു പ്രത്യേക കാലഘട്ടം ആരംഭിക്കുന്നത്. 400 വർഷം, 4 നൂറ്റാണ്ട് ദൈവം ഒന്നും സംസാരിച്ചില്ല. എന്നാൽ അതിനുശേഷം ദൈവം ഇടപെടുവാനായിട്ട് തുടങ്ങി. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം നാം എബ്രായ ലേഖനത്തിൽ വായിക്കുന്നുണ്ടല്ലോ. എബ്രായ ലേഖനം 1-ന്റെ 1ഉം 2ഉം തിരുവചനങ്ങൾ നമുക്ക് അറിയാവുന്നതാണ്. ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. പിതാവ് പറഞ്ഞു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പിൻ. അങ്ങനെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിൻ്റെ ശബ്ദം, ദൈവത്തിൻ്റെ സംസാരം, ദൈവത്തിൻ്റെ ഇടപെടൽ നേരിട്ട് ഈ ലോകത്തിലുള്ള മനുഷ്യർക്ക് കേൾക്കുവാൻ സാധിച്ചു. പ്രത്യേകാൽ അവിടുത്തെ അരുമ ശിഷ്യന്മാർക്ക് കേൾക്കുവാൻ സാധിച്ചു. ദൈവസഭയുടെ ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ശബ്ദം നമുക്ക് കേൾക്കാനായിട്ട് കഴിയുന്നു എന്നുള്ളതാണ്. യഹൂദന്മാർ ദൈവം വിദൂരസ്ഥനാണ്, നേരിട്ട് സംസാരിച്ച കാലമൊക്കെ പോയി, ദൈവം നേരിട്ടൊന്നും സംസാരിക്കുകയില്ല എന്നവർ വിശ്വസിച്ചിരുന്ന ഒരു കാലഘട്ടം. ഇന്ന് നമ്മളിൽ അനേകർ, ദൈവമക്കൾ, രക്ഷിക്കപ്പെട്ടവരിൽ അനേകർ അങ്ങനെയുള്ള ഒരു വിശ്വാസം ആണോ വെച്ച് പുലർത്തുന്നതെന്ന് അവരുടെ ദൈനംദിന പ്രവൃത്തിയിലൂടെ നമുക്ക് സംശയിക്കാവുന്നതാണ്. ഞാൻ ഉദ്ദേശിച്ചത്, ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ ശബ്ദം റെക്കോർഡ് ചെയ്തിട്ടുള്ളതാണ്. ഇത് എല്ലാ ദിവസവും വായിക്കുകയും അത് പഠിക്കുകയും ധ്യാനിക്കുകയും അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും ചെയ്യുവാനായിട്ട് നമ്മളിൽ എത്ര പേർ ശ്രമിക്കുന്നുണ്ട്? അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. പഠനവും അതുപോലെ തന്നെ വചനം മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതും പോകട്ടെ, എല്ലാ ദിവസവും ദൈവവചനം വായിക്കുന്നവർ സഭകളിൽ, ദൈവജനത്തിൻ്റെ ഇടയിൽ, അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റന്റ് സഭാവിഭാഗങ്ങളിൽ രക്ഷിക്കപ്പെട്ടവരുടെ ഇടയിൽ കുറഞ്ഞു വന്നിരിക്കുകയാണ്. അത് വളരെ ദുഃഖകരവും നമ്മൾ അത് തിരുത്തുകയും ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നേരിട്ട് അരുളി ചെയ്ത വചനങ്ങൾ നമുക്ക് രേഖയാക്കി തന്നിട്ടുണ്ട്. വിത്ത് ജീസസ് ക്രൈസ്റ്റ് there comes to men not some distant whisper of the voice of God, not some faint echo from the heavenly places, but the unmistakable accounts of God's direct voice. അതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരിക്കലും തെറ്റുപറ്റാത്ത ദൈവത്തിൻ്റെ കാര്യപരിപാടിയെക്കുറിച്ചുള്ള കണക്കുകൾ, കാര്യപരിപാടികൾ, ഭാവി പരിപാടികളാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. ഇതോട് ബന്ധപ്പെട്ട് ഈ പല റെഫറൻസുകൾ നമ്മൾ വായിക്കുന്നുണ്ട്. യിരെമ്യാ പ്രവചനം 51-ന്റെ 16-ാം തിരുവചനം. യിരെമ്യാ 51-ന്റെ 16-ൽ ദൈവത്തെക്കുറിച്ച് പറയുകയാണ്: ദൈവം തൻ്റെ നാദം പുറപ്പെടുവിക്കുമ്പോൾ ആകാശത്ത് വെള്ളത്തിൻ്റെ മുഴക്കം ഉണ്ടാകുന്നു. സങ്കീർത്തനം 19-ന്റെ 1ഉം 2ഉം തിരുവചനങ്ങൾ, അത് നമുക്ക് വളരെ സുപരിചിതമാണ്. The heavens declare the glory and the firmament shows his handwork. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്, ഇത് ദൈവത്തിൻ്റെ സൃഷ്ടി, അത് എത്ര അത്ഭുതകരമാണ്. ഈ പ്രപഞ്ചം ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. അത് എത്ര അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യമാണ്. പ്രസിദ്ധനായ ഒരു വേദപണ്ഡിതൻ എഴുതി വെച്ചിരിക്കുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. If we traveled at the speed of light, 1,86,000 മൈലാണ് ഒരു സെക്കൻഡിൽ പ്രകാശം സഞ്ചരിക്കുന്നത്. അങ്ങനെ
സഞ്ചരിക്കുകയാണെങ്കിൽ ഇഫ് ഈ ട്രാവൽ അറ്റ് ദി സ്പീഡ് ഓഫ് ലൈറ്റ് 1,86,000 മൈൽസ് എ സെക്കൻഡ് ഓർ റഫ്ലി 6 trillion million a year, it would take us 10 billion years to reach the farthest point we can see with a telescope. Now, astronomers think that space may have no boundary at all. എന്ന് പറഞ്ഞാൽ അവരിപ്പോൾ പറയുന്നത് ഈ വലിയ പ്രപഞ്ചം ഇതിൻ്റെ ഒരു അതിർത്തി ഒന്നും കണ്ടുപിടിക്കാൻ സാധിക്കില്ല, ഇതിന് അതിർത്തി ഇല്ലെന്നാണ് നല്ലൊരു ശതമാനം ശൂന്യാകാശ ഗവേഷകന്മാരും ശാസ്ത്രജ്ഞന്മാരും കരുതുന്നെന്നാണ് ഈ വേദപണ്ഡിതൻ എഴുതി വച്ചിരിക്കുന്നത്. നഗ്നനേത്രങ്ങൾ ഏതാണ്ട് 5000 നക്ഷത്രത്തെ കാണാനായിട്ട് കഴിയും. എന്നാൽ ചെറിയ ടെലസ്കോപ്പിൽ 20 ലക്ഷം നക്ഷത്രങ്ങളെ നമുക്ക് കാണാൻ കഴിയും. ഇനി പലോമാർ ടെലസ്കോപ്പിനാൽ ബില്യൺസ് ഓഫ് ഗാലക്സീസ് ആണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. നമുക്ക് ഏറ്റവും അടുത്ത അല്ലെങ്കിൽ അകന്ന നക്ഷത്രങ്ങളുണ്ട്. അങ്ങനെ നമ്മോട് ഏറ്റവും അകന്ന നക്ഷത്രത്തിൽ നിന്ന് ഈ വെളിച്ചം ഭൂമിയിൽ എത്താനായിട്ട് 10 ബില്യൺ ഇയേഴ്സ് എടുക്കും. അതൊന്നും നമുക്ക് കണക്ക് കൂട്ടാനായിട്ട് സാധിക്കത്തില്ല. ഇത്രയും വലിയ കാര്യങ്ങളാണ്. അപ്പോൾ ഈ സൃഷ്ടി കഴിഞ്ഞതിന് ശേഷം ഇങ്ങോട്ട് ഭൂമിയിൽ വെളിച്ചമെത്താത്ത ഗ്രഹങ്ങളും ഉണ്ട്, നക്ഷത്രങ്ങളുണ്ട് എന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ സൃഷ്ടി കണ്ട് ഒരു ദൈവം ഉണ്ടെന്നും അവിടുത്തെ ശക്തിയും നമ്മൾ ഗ്രഹിക്കേണ്ടതാണ്. ദൈവവിശ്വാസികളോട് തന്നെ, ശാസ്ത്രജ്ഞന്മാരോട് മാത്രമല്ല, നമ്മോട് ദൈവം പറഞ്ഞിട്ടുണ്ട്, ആകാശത്തിലേക്ക് കണ്ണുയർത്തി നോക്കുവിൻ. യേശയ്യാ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ പല ഭാഗങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ പ്രപഞ്ചം കണ്ട് ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ മഹത്വവും കാണേണ്ടവരാണ്. അപ്പോൾ if creation is so great, how much greater is the creator? ഈ സൃഷ്ടി ഇത്ര വലിയ അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ നമ്മുടെ സൃഷ്ടികർത്താവ് എത്രയോ അത്ഭുതവാനാണ്, എത്രയോ സർവശക്തനാണ്, സർവജ്ഞാനിയാണ്, സർവവ്യാപിയാണ്. ഇനി റോമാലേഖനം 1:20 നമുക്ക് അറിയാവുന്ന വളരെ പ്രസിദ്ധമായ ഒരു വാക്യമാണ്. ദൈവത്തിൻ്റെ നിത്യശക്തിയും ദിവ്യത്വവുമായ അവിടുത്തെ അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ അവിടുത്തെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു. അവർക്ക് പ്രതിവാദമില്ലാതിരിക്കേണ്ടതിന് തന്നെ. അവർക്ക് എന്നിവിടെ പറഞ്ഞിരിക്കുന്നത്, റോമാലേഖനത്തിൻ്റെ എഴുത്തുകാരൻ പറഞ്ഞിരിക്കുന്നത് ആർക്കാണ്? 1:18 അവരെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്നവർ. അവർക്ക് വളരെ വ്യക്തമായിട്ട് വെളിപ്പെട്ടു വരുന്ന ഒരു സത്യമാണ് ഈ പ്രപഞ്ച സൃഷ്ടിയിൽ അതിൻ്റെ പിന്നിൽ ഒരു സൂപ്പർ ഡിസൈനർ ഉണ്ട് എന്നുള്ള കാര്യം. ഈ റോമാലേഖനം 1:21 വാക്യത്തിൽ അവർ ദൈവത്തെ അറിഞ്ഞിട്ടും മഹത്വീകരിക്കുകയോ അവിടുത്തെ ദൈവമെന്ന് ഓർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. അപ്പോൾ ഇവിടെ ഈ കൂട്ടരെക്കുറിച്ച്, അതായത് ദൈവത്തെയോ ദൈവത്തിൻ്റെ അത്ഭുതകരമായ സൃഷ്ടിയെയോ പഠിച്ച് മനസ്സിലാക്കി ദൈവത്തെങ്കിലേക്ക് തിരിയാത്ത അവർ, അതായത് അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്നവർ, അവരുടെ നിരൂപണങ്ങളിൽ അവർ വ്യർത്ഥരാണ്. 2 കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അവരുടെ നിരൂപണങ്ങളിലെല്ലാം വ്യർത്ഥരായി അവർ പോയി. അതുതന്നെയല്ല, അവരുടെ ഹൃദയം ഇരുണ്ടുപോയി. നമ്മുടെ നിരൂപണങ്ങൾ ശരിയാകാൻ വേണ്ടി ദൈവത്തിൻ്റെ വചനം ദൈവം തന്നിരിക്കുന്നു, അത് നമ്മൾ വിശ്വസിക്കുന്നു. നമ്മുടെ ഹൃദയം ഇരുണ്ടുപോകാതിരിക്കാൻ, നമ്മുടെ ഹൃദയം വെളിച്ചത്തിലേക്ക് വരുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ വചനം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ വചനമാകുന്ന വെളിച്ചം മാത്രമല്ല, പൗലോസ് ശ്ലീഹ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, ഇരുട്ടിൽ നിന്നും വെളിച്ചം ഉണ്ടാകട്ടെ എന്നരുളി ചെയ്ത ദൈവം യേശു ക്രിസ്തുവിൻ്റെ മുഖത്തിലുള്ള ദൈവതേജസ് വിളങ്ങിക്കേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നു. അതാണ് പൗലോസ് ശ്ലീഹ പറയുന്നത്. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സങ്കീർത്തനം 19 നമുക്ക് വളരെ അറിയാവുന്ന ഒരു സങ്കീർത്തനമാണ്. ആദ്യത്തെ 6 വാക്യങ്ങൾ പിന്നീട് നിങ്ങൾ വായിച്ചു നോക്കുക. അവിടെ ദൈവത്തിൻ്റെ സ്വയം വെളിപ്പെടുത്തലുകളുടെ 1ാം വാല്യമാണ് ദൈവത്തിൻ്റെ സൃഷ്ടി, ഫസ്റ്റ് വോളിയം. ദൈവം സ്വയം വെളിപ്പെടുത്തുന്നതിൻ്റെ ഫസ്റ്റ് വോളിയം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. രണ്ടാമത് സങ്കീർത്തനം 19:7 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അത് ദൈവത്തിൻ്റെ സ്വയം വെളിപ്പെടുത്തലിൻ്റെ 2ാം വാല്യമാണ്. അവിടെ യഹോവയുടെ ന്യായപ്രമാണമാണ്, അതായത് ദൈവത്തിൻ്റെ വചനമാണ്. അപ്പോൾ ദൈവം ഈ സൃഷ്ടിയിലൂടെയും ദൈവത്തിൻ്റെ വചനത്തിലൂടെയും തന്നെ വെളിപ്പെടുത്തി. ഈ 2 ബുക്സ് ഓഫ് ഗോഡ് തമ്മിൽ എന്താണ് വ്യത്യാസമുള്ളത്? വളരെ പെട്ടെന്ന് അതിനെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ചാൽ, ഈ സൃഷ്ടി എന്ന് പറയുന്നത് എന്തിനെയാണ് തെളിയിക്കുന്നത്? ദൈവം സർവ
സർവശക്തനാണെന്ന് ഈ സൃഷ്ടി തെളിയിക്കുന്നു. ദൈവം സർവശക്തനാണ്. എന്നാൽ ദൈവത്തിൻ്റെ വചനം തെളിയിക്കുന്നത് എന്താണ്? ദൈവജനവുമായി ഉടമ്പടിയിലേക്ക് പ്രവേശിക്കുന്ന ഒരു വിശുദ്ധനായ ദൈവം. അതാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നതും നമ്മെ സന്തോഷിപ്പിക്കുന്നതും. ഇനി വേറൊരു താരതമ്യം ഈ 2 വോളിയം ഓഫ് ബുക്സ് നമ്മെ പഠിപ്പിക്കുന്നത്, ദൈവത്തിൻ്റെ സൃഷ്ടി ദൈവത്തിൻ്റെ ജ്ഞാനത്തെയും ദൈവത്തിൻ്റെ ശക്തിയെയും വെളിപ്പെടുത്തുന്നു. എന്നാൽ ദൈവത്തിൻ്റെ വചനമോ ന്യായപ്രമാണമോ അത് ദൈവത്തിൻ്റെ സ്നേഹവും ദൈവത്തിൻ്റെ കൃപയുമാണ് വെളിപ്പെടുത്തുന്നത്. അപ്പം ഈ സൃഷ്ടി വെളിപ്പെടുത്തുന്നതും ദൈവത്തിൻ്റെ വചനം വെളിപ്പെടുത്തുന്നതും തമ്മിൽ എത്ര മനോഹരമായ താരതമ്യങ്ങൾ നമുക്ക് ചെയ്ത് പഠിക്കുവാനായിട്ട് സാധിക്കും എന്നുള്ളത് വളരെ അത്ഭുതകരമായൊരു കാര്യമാണ്. സങ്കീർത്തനം 29 യഹോവയുടെ ശബ്ദത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ ധാരാളം കാണാം. അവിടെ യഹോവയുടെ ശബ്ദം എന്നുള്ളത് 7 തവണ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നീട് ഇതിനു മുമ്പ് ഇതിവിടെ പഠിച്ചിട്ടുള്ളതാണ്, എന്നാൽ പിന്നീട് നിങ്ങൾ വായിച്ചു നോക്കുക. ഇനി സംഖ്യാപുസ്തകം 7-89 തിരുവചനം, നമ്പേഴ്സ് ചാപ്റ്റർ 7 വേഴ്സ് 89. അവിടെ നമ്മൾ വായിക്കുന്ന ഒരു കാര്യം, സാക്ഷ്യപെട്ടകത്തിന്മേലുള്ള കൃപാസനത്തിങ്കൽ നിന്ന് 2 കെരൂബുകളുടെ നടുവിൽ നിന്ന് മോശയോട് സംസാരിക്കുന്ന തിരുശബ്ദം കേട്ടു. മോശയോട് ദൈവം സംസാരിക്കുന്ന തിരുശബ്ദം മോശ കേട്ടു. വളരെ ഭാഗ്യകരമായ അനുഗ്രഹകരമായ ഒരു കാര്യമാണ്. ഇസ്രായേലിന് ലഭിച്ച വലിയൊരു ഭാഗ്യമാണ്. എന്നാൽ മോശ തിരുമുമ്പിൽ സംസാരിക്കാൻ സമാഗമന കൂടാരത്തിൽ കടക്കുമ്പോഴാണ് ഈ കാര്യം ലഭിച്ചത്. സങ്കീർത്തനം 29-3 മുതൽ 10 വരെയുള്ള തിരുവചനങ്ങൾ, സാംസ് 29:3-10. അവിടെ ദൈവത്തിൻ്റെ ശബ്ദം ഇടിമിന്നൽ, കാറ്റ്, പ്രളയം ഇതിലൂടെ എല്ലാം പ്രദർശിപ്പിക്കപ്പെടുന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സങ്കീർത്തനം 18:13 അവിടെ നമ്മൾ വായിക്കുന്നത്, അത്യുന്നതൻ തൻ്റെ നാദം കേൾപ്പിച്ചു. ഇടിനാദമാണ് അവിടെ സങ്കീർത്തനക്കാരൻ പരാമർശിച്ചിരിക്കുന്നത്. ഈ സംഭവം തന്നെ യിരെമ്യാവ് 51-16 തിരുവചനം വായിച്ച് നിങ്ങൾ കമ്പയർ ചെയ്ത് പഠിച്ചാലും മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പോൾ സങ്കീർത്തനം 19-3 തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നത് എന്താണ്? ശബ്ദം കേൾപ്പാനില്ല, പക്ഷേ ശബ്ദം കേൾപ്പിക്കാതെ സൃഷ്ടി ദൈവത്തിൻ്റെ നിശബ്ദ സ്വര മണ്ഡപമാണ്. ദൈവത്തിൻ്റെ ശബ്ദത്തിൻ്റെ നിശബ്ദ സ്വരമണ്ഡപമാണ് ഈ സൃഷ്ടി എന്ന് പറയുന്നത്. അപ്പോൾ ദൈവം തൻ്റെ ശബ്ദം കേൾപ്പിക്കുന്നു. ഇടിയിലൂടെ, മിന്നലിലൂടെ, കാറ്റിലൂടെ, പ്രളയത്തിലൂടെ, പിന്നെ പ്രകൃതിയിലൂടെ ദൈവത്തിൻ്റെ നിശബ്ദ സ്വരം ആർക്ക് വേണമെങ്കിലും കേൾക്കാൻ സാധിക്കും. പിന്നെ നേരിട്ട് ദൈവം സംസാരിച്ച് തൻ്റെ ശബ്ദം കേൾപ്പിച്ചു. 4 തൻ്റെ വചനത്തിലൂടെ ദൈവത്തിൻ്റെ സ്നേഹസ്വരം അവിടുന്ന് കേൾപ്പിക്കുന്നു. അപ്പോൾ ദൈവ മക്കളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇങ്ങനെയുള്ള ഇൻഡയറക്റ്റ് ആയിട്ടുള്ളതായിരിക്കുന്ന ദൈവസ്വരം കേൾക്കുന്നതിനേക്കാൾ ഇന്ന് ദൈവത്തിൻ്റെ സ്വരം നേരിട്ട് കേൾക്കാനായിട്ടുള്ള ക്രമീകരണമാണ് ഈ ദൈവത്തിൻ്റെ വചനം. 66 പുസ്തകങ്ങളടങ്ങിയ ദൈവത്തിൻ്റെ വചനത്തിലൂടെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ ദൈവത്തിൻ്റെ വചനം നമ്മൾ വായിക്കുമ്പോൾ ദൈവം നമ്മോട് സംസാരിക്കുകയാണ്, ദൈവം എന്നോട് ഇടപെടുകയാണ്. ലോകത്തിലെ എല്ലാ പുസ്തകങ്ങളും, എത്രയോ പുസ്തകങ്ങൾ നമുക്ക് വാങ്ങാൻ, വായിക്കാം, പ്രഷ്യസ് ആയിട്ടുള്ള ഒരുപാട് പുസ്തകങ്ങളുണ്ട്. പക്ഷേ നമ്മുടെ ഹൃദയങ്ങളോട് സംസാരിക്കുന്ന, നമ്മെ രൂപാന്തരപ്പെടുത്തുന്ന ദിവ്യശക്തിയുള്ള ദൈവത്തിൻ്റെ വചനം വിശുദ്ധ ബൈബിളിൽ മാത്രമാണുള്ളത്. അതുകൊണ്ടാണ് ദൈവമക്കൾക്ക് വചനത്തോട് ബന്ധപ്പെട്ടൊരു നിയമനമുണ്ട്. എന്താണ് ആ നിയമനം? അതാണ് അപ്പോസ്തലപ്രവൃത്തികൾ 22-14 തിരുവചനത്തിൽ ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്നത്. ആക്ട്സ് 22:14. അവിടെ നമ്മൾ വായിക്കുന്നത് എന്താണ്? അനന്യാസ് ശൗലിനായി പ്രാർത്ഥിച്ചു, അവന് കാഴ്ച കിട്ടിയപ്പോൾ ശൗലിനോട് പറയുന്ന ഒരു വാചകമാണ്. എന്താ ദൈവം പറഞ്ഞിരിക്കുന്നത്? ആക്ട്സ് 22-14 തിരുവചനം, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വചനം കേൾക്കാനും നിന്നെ നിയമിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ ഒരു നിയമനമാണത്. അത് പൗലോസിനെ പ്രത്യേകമായ ദൈവത്തിൻ്റെ ഇൻ്റർഫിയറൻസ് കൊണ്ട് വിളിച്ചപ്പോൾ മാത്രം, പൗലോസിന് മാത്രം കൊടുത്തൊരു നിയമനമല്ല. എനിക്കും നിങ്ങൾക്കും, നമുക്കെല്ലാവർക്കും, രക്ഷിക്കപ്പെട്ട എല്ലാവർക്കും ദൈവത്തിൻ്റെ ഒരു അപ്പോയിൻമെൻ്റ് ഉണ്ട്, ദൈവത്തിൻ്റെ ഒരു നിയമനമുണ്ട്. എന്താണ് ആ നിയമനം? ദൈവത്തിൻ്റെ വായിൽ നിന്ന് ദൈവത്തിൻ്റെ വചനം കേൾക്കണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ദൈവവചനം വായിക്കുകയും ദൈവവചനം പഠിക്കുകയും ദൈവവചനം ചിന്തിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യേണ്ടതിൻ്റെ പ്രാധാന്യമാണ്
ദൈവസഭയ്ക്ക് ഇതിൽ നിന്നും ലഭിക്കുന്നത് എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. അപ്പോൾ ഈ ദൈവത്തിൻ്റെ ശബ്ദം കേൾപ്പിക്കുന്നതിൻ്റെ പ്രത്യേകത, അതായത് സങ്കീർത്തനം 68:33 ദൈവത്തിൻ്റെ വചനം കേൾപ്പിക്കുന്നതിൻ്റെ പ്രത്യേകത. സങ്കീർത്തനം 46:6 ദൈവം ശബ്ദം കേൾപ്പിച്ചു, ഭൂമി ഉരുകി എന്ന് അവിടെ വായിക്കുന്നുണ്ട്. 68:33 വചനം, സങ്കീർത്തനം 68:33 ഇതാ ദൈവം തൻ്റെ ശബ്ദത്തെ, ബലമേറിയ ശബ്ദത്തെ കേൾപ്പിക്കുന്നു. ദൈവത്തിൻ്റെ ശബ്ദം, ദൈവം സർവശക്തനായതുകൊണ്ട് ബലമേറിയതാണെന്ന് നമുക്കറിയാം. എന്നാൽ നമ്മുടെ പ്രത്യേക അറിവിന് വേണ്ടി അങ്ങനെ തന്നെ എഴുതിയിരിക്കുക, ബലമേറിയ ശബ്ദത്തെ കേൾപ്പിക്കുന്നു. സങ്കീർത്തനം 68-ാം സങ്കീർത്തനത്തിലും പല ഭാഗങ്ങളിലും ഈ കാര്യം ഉറപ്പിച്ചു പറയുന്നുണ്ട്. 68:33 തൊട്ട് മുമ്പിലുള്ള 32-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നത്, ഭൂമിയിലെ രാജ്യങ്ങളോട് ദൈവത്തിന് പാടുവാൻ കൽപ്പിച്ചിരിക്കുകയാണ്. ഇതൊക്കെ വളരെ അതിശയകരമായ ദൈവത്തിൻ്റെ ആഗ്രഹങ്ങളും പദ്ധതികളുമാണ്. ഭൂമിയിൽ നമ്മൾ ദൈവത്തിന് പാടണം, സഭ ദൈവത്തിന് പാടണം. എന്നാൽ ഇവിടെ ഭൂമിയിലെ രാജ്യങ്ങൾ ദൈവത്തിന് പാടണം. സങ്കീർത്തനം 66-ാമത്തെ തിരുവചനം, നമ്മുടെ ദൈവത്തെ വാഴ്ത്തുവിൻ, അവിടുത്തെ സ്തുതിയെ ഉച്ചത്തിൽ കേൾപ്പിപ്പിൻ. അത് പ്രത്യേകം അവിടെ എടുത്തു പറയുന്നുണ്ട്. ദൈവത്തിൻ്റെ സ്തുതിയെ ഉച്ചത്തിൽ കേൾപ്പിക്കുവിൻ. നമ്മൾ ഓരോ ശുശ്രൂഷകൾ ചെയ്യുമ്പോൾ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നവർക്കെങ്കിലും കൃത്യമായിട്ടും വ്യക്തമായിട്ടും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടും ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ തക്കവണ്ണം ഇടയായിത്തീരണം. പല സന്ദർഭങ്ങളിലും കർത്തൃമേശയ്ക്കൊക്കെ നമ്മൾ സ്തോത്രം ചെയ്യുമ്പോൾ ഒരാൾ എഴുന്നേറ്റ് വീഞ്ഞുകൾ കർത്താവിൻ്റെ തിരുശരീരത്തെയും തിരുരക്തത്തെയും ഓർമ്മിപ്പിക്കുന്ന അത് സ്തോത്രം ചെയ്യുന്ന സമയത്ത് നമ്മളുടെ മുമ്പിൽ ഇരിക്കുന്ന എല്ലാവർക്കും അത് കേൾക്കാൻ പറ്റുന്നുണ്ടോ? വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഞാൻ ചില വർഷങ്ങൾക്ക് മുമ്പ് ഒരു സഭയിൽ ഇങ്ങനെയുള്ള ചില പ്രായോഗിക കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഈ മീറ്റിംഗ് കഴിഞ്ഞിട്ട് അവിടെയുള്ള സഭയിലെ ലീഡേഴ്സിലുള്ള ഒരാളുടെ ഒരടുത്ത റിലേറ്റീവ് എന്നെ രഹസ്യമായിട്ട് വിളിച്ചിട്ട് പറഞ്ഞു, അയ്യോ ഇത് വളരെ അത്യാവശ്യമായിരുന്നു. ഞാൻ ചോദിച്ചു എന്താണ്? ഈ സ്തോത്രം ചെയ്യുമ്പോഴും അല്ലെങ്കിൽ പ്രാർത്ഥിക്കുമ്പോഴും അല്ലെങ്കിൽ കർത്തൃമേശയ്ക്ക് വേണ്ടി താങ്ക്സ് ഗിവിങ് അർപ്പിക്കുമ്പോഴും ഇതൊന്നും ഞങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നില്ല, ഞങ്ങൾക്കിതൊന്നും കേൾക്കാൻ കഴിയുന്നില്ല. എന്നിട്ട് അദ്ദേഹം ഏറ്റവും ഒടുവിൽ എന്നോട് പറഞ്ഞ വാചകം, എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്നാണ് എൻ്റെ ചിന്ത. അദ്ദേഹം പറഞ്ഞത് ശരിയാ. കാരണം പറയുന്ന ഒന്നും കേൾക്കത്തില്ലെങ്കിൽ നമുക്ക് അതുകൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത്? ഇവിടെ പറയുന്നത് നിങ്ങളുടെ ദൈവത്തിൻ്റെ സ്തുതി അത് ഉച്ചത്തിൽ കേൾപ്പിക്കണം, ആവശ്യമായിരിക്കുന്ന ഉച്ചത്തിൽ കേൾപ്പിക്കണം. ദൈവം അതിന് വഴി ഒരുക്കുന്നുണ്ട്. സങ്കീർത്തനം 68-34 തിരുവചനം, അവിടെ ദൈവത്തിന് ശക്തി കൊടുപ്പിൻ എന്ന് പറയുന്നു. അസ്ക്രൈബ് ഈ സ്ട്രെങ്ത് അൺ ടു ഗോഡ്. അസ്ക്രൈബ്, ചുമത്തുക എന്നൊരു വാക്ക് വേണേ അതിന് ഉപയോഗിക്കാം. സർവശക്തനായ ദൈവത്തെ ഉള്ള പോലെ അറിഞ്ഞ് ഉള്ളുകൊണ്ട് മഹത്വീകരിക്കുകയും ദൈവത്തിന് ശക്തി പകരുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെതാണ് സകലതും എന്ന് ദൈവത്തിൻ്റെ മുമ്പിൽ സമ്മതിക്കുമ്പോൾ എൻ്റെ ശക്തിയും എൻ്റെ ബുദ്ധിയും എല്ലാം ദൈവത്തിൻ്റെ ദാനമാണെന്നുള്ളത് നമ്മൾ സമ്മതിച്ച് ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ താഴ്ത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് നമുക്ക് സാധിക്കണം. അതിന് ദൈവം 68-ാം സങ്കീർത്തനം 35-ാം വാക്യത്തിൽ ഒരു വാഗ്ദത്തം നൽകിയിട്ടുണ്ട്. ഈ ദൈവത്തെ ഇങ്ങനെ ഉച്ചത്തിൽ നമ്മുടെ ശക്തി ഉപയോഗിച്ച് മഹത്വപ്പെടുത്തണം എന്നുള്ളതിന് ഒരു പ്രോമിസ് ഗോഡ് ഹാസ് ഗിവൺ. അത് അവിടെ പറഞ്ഞിരിക്കുന്നു 68-35. ഇസ്രായേലിൻ്റെ ദൈവം തൻ്റെ ജനത്തിന് ശക്തിയും ബലവും കൊടുക്കുന്നു. ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ വലിയൊരു പ്രോജക്റ്റാണ്. തൻ്റെ ജനത്തിന്, വീണ്ടെടുക്കപ്പെട്ട തൻ്റെ ജനത്തിന് ശക്തി കൊടുക്കും, അവർക്ക് ബലം കൊടുക്കും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവ് നമ്മെ ശക്തീകരിക്കുന്ന കർത്താവാണ്. വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അവിടെ കർത്താവേ അങ്ങ് മഹാശക്തി ധരിച്ച് വാഴുകയാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു എന്നൊരു വാചകമുണ്ട്. കർത്താവ് സർവശക്തനാണ്, അവിടെ നിന്ന് മഹാശക്തി ധരിച്ച് വാഴുകയാണ്. ആ ശക്തി, ആ ദിവ്യമായിരിക്കുന്ന ശക്തി, ദാറ്റ് ഗ്രേറ്റ് പവർ ഈസ് അവൈലബിൾ ഫോർ ഈച്ച് ആൻഡ് എവരി ബിലീവർ. നമുക്കത് അവൈലബിൾ ആണ്, നമ്മളത് ഉപയോഗിക്കേണ്ടതാണ്, ഉപയോഗിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതാണ്. പൗലോസിനോട് കർത്താവ് പറഞ്ഞത് നമുക്കറിയാം. വളരെ ബലഹീനനായിരുന്നു, ശരീരത്തിൽ വളരെ ബലഹീനനായിരുന്നു. കർത്താവ് ഇതൊന്ന് മാറ്റിത്തരണം, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. അതാണ് ദൈവം പൗലോസിന് കൊടുക്കുന്നതായിരിക്കുന്ന വാഗ്ദത്തം. അപ്പോൾ ദൈവത്തിൻ്റെ ശക്തി അവിടുന്ന് നമുക്ക് വാഗ്ദത്തം നൽകിയിരിക്കുകയാണ്. ശക്തിയും ബലവും ദൈവം നമുക്ക്
വാഗ്ദത്തം നൽകിയിരിക്കുകയാണ്. സേനകളിൻ നായകൻ സർവശക്തനേ യഹോവയവൻ, സേനകളിൻ നായകൻ സർവശക്തനേ യഹോവയവൻ, അവൻ മുൻപിലും അവൻ പിൻപിലും, അവൻ മുൻപിലും അവൻ പിൻപിലും നമ്മെ ജയത്തോടെ നടത്തിയിടുമേ, നമ്മെ ജയത്തോടെ നടത്തിയിടുമേ. അപ്പോൾ ഈ പാട്ടുകാരൻ സ്തുതിഗീതം പാടുക, നാം ഉയർത്തുക ജയനാമം, ജയനാമം, ആ നാമം ഉയർത്തുക. കാരണം സേനകളിൽ നായകനാണ് അവിടുന്ന്, സർവശക്തനാണ്. നമ്മുടെ മുൻപിലും പിൻപിലും നമ്മെ ജയത്തോടെ നടത്താൻ അവിടുന്ന് ശക്തനാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആ നമ്മെ നടത്തുന്ന ശക്തി നൽകി, ബലം നൽകി, ആലോചന നൽകി നമ്മെ നടത്തുന്ന ആ ദൈവത്തിലും ദൈവത്തിൻ്റെ വചനത്തിലും നമ്മുടെ ഹൃദയങ്ങളെ ഉറപ്പിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അപ്പോൾ ദൈവത്തിൻ്റെ ഈ അത്ഭുതകരമായിരിക്കുന്ന പ്രവർത്തനം, ദൈവം തൻ്റെ ശബ്ദം ചില മനുഷ്യരെ കേൾപ്പിച്ചിട്ടുണ്ട്, വിവിധ രീതികളിൽ കേൾപ്പിച്ചിട്ടുണ്ട്. ഞാനൊരു 16 രീതികൾ നോട്ട് ചെയ്തത് പെട്ടെന്നൊന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, ദൈവം ആദാമിനോട് തൻ്റെ ശബ്ദം കേൾപ്പിച്ചു. ആദാമേ നീ എവിടെ? ആദാമേ നീ എവിടെ? അപ്പോൾ ഇത് ഒരു ചോദ്യോത്തര രീതിയാണ്. ചോദ്യോത്തര രീതി. ദൈവം തന്നെ തൻ്റെ സന്ദേശം തൻ്റെ ജനത്തിന് കൈമാറിയപ്പോൾ അതിന് ഒരു രീതി മാത്രമല്ല ഉപയോഗിച്ചത്, പല രീതികൾ ഉപയോഗിച്ചു. നമ്മളും അത് തന്നെ ഉപയോഗിക്കണം. നമുക്ക് ഏറ്റവും കൂടുതൽ പരിചിതം ഈ പ്രസംഗ ശൈലിയാണ്. എന്നാൽ പബ്ലിക് സെക്യുലർ ഓഡിയൻസ് ഇപ്പം ഈ പ്രസംഗ ശൈലിയോട് അവർക്കൊരു അവേർഷൻ, അവർക്കൊരു അകൽച്ച പൊതുവെ വന്നിട്ടുണ്ടെന്നുള്ളത് നമ്മൾ വിലയിരുത്തിയാൽ മനസ്സിലാക്കാനായിട്ട് കഴിയും. എന്നാൽ ചോദ്യോത്തരം ഭയങ്കര ശക്തിമത്തായ ഒരു കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡാണ്. ദൈവം അത് ഉപയോഗിച്ചു. ആദാമേ നീ എവിടെ? അത് ചോദ്യമായിട്ട് ആദാം കേട്ടു. രണ്ടാമത്, പുതിയ നിയമത്തിൽ ഒരിക്കൽ കർത്താവ് ചോദിച്ചു, എന്നെ തൊട്ടതാര്? എന്നെ ഒരാൾ തൊട്ടു. ആരാണ് എന്നെ തൊട്ടത്? നമുക്കറിയാം, ആ രക്തസ്രവക്കാരിയായ സ്ത്രീയെ വളരെ വിശ്വാസത്തോടുകൂടെ ഞാൻ ആ കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലെങ്കിലും തൊട്ടാൽ എനിക്ക് സൗഖ്യം കിട്ടും എന്ന വിശ്വാസത്തോടെ വന്ന് അവനെ സ്പർശിച്ചു. ശക്തി കർത്താവിൽ നിന്ന് പുറപ്പെട്ടു. ഷീ എക്സ്പീരിയൻസ്ഡ് ദി ഗ്രേറ്റ് പവർ ഫ്രം ദി ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. ആ ശക്തി അവൾ അനുഭവിച്ചു. എന്നാൽ കർത്താവ് അവളോടും ആ കേട്ടിരുന്നവരോടും ചോദിച്ചു, എന്നെ ഒരാൾ തൊട്ടു. ഇത് ഒരു അന്വേഷണ രീതിയാണ്. ആദാമിനോട് ചോദ്യോത്തര രീതി ഉപയോഗിച്ചു. ഇവിടെ ഈ സ്ത്രീയോട് അന്വേഷണ രീതിയിലാണ് അവളെ കണ്ടുപിടിക്കുവാൻ കർത്താവ് ശ്രമിച്ചത്. അപ്പോൾ ദൈവത്തിൽ നിന്നും ഓടി അകലുന്നവരുണ്ടെങ്കിൽ അവർ ആദാമിനോടുള്ള ചോദ്യോത്തര രീതിയിലുള്ള ആ ചോദ്യം ഇന്ന് എന്നെ ദൈവത്തിൻ്റെ ആത്മാവ് കേൾപ്പിക്കുക. നീ എവിടെയാണ്? ഞാൻ എവിടെയാണ്? എൻ്റെ രഹസ്യ ജീവിതത്തിൽ ഞാൻ എവിടെയാണ്? എൻ്റെ ഉദ്ദേശങ്ങളിൽ, ലക്ഷ്യങ്ങളിൽ, ആഗ്രഹങ്ങളിൽ ഞാൻ എവിടെയാണ്? നാം ദൈവത്തോട് മറുപടി പറയണം. രണ്ടാമത്, ഈ സ്ത്രീയോട് കർത്താവ് അന്വേഷണ രീതിയിൽ ചോദിച്ചു. എന്തിനു വേണ്ടിയായിരുന്നു? അവളെ ഒരു പരസ്യമായ സാക്ഷിയായിട്ട് ദൈവസന്നിധിയിൽ നിർത്തേണ്ടതിന് വേണ്ടിയാണ്. ദൈവം നമ്മളെ രക്ഷിച്ചത് രഹസ്യ ശിഷ്യന്മാരായിരിക്കുവാൻ വേണ്ടിയല്ല, പിന്നെ എന്തിനു വേണ്ടിയാ? പരസ്യമായിട്ട് കർത്താവിന് സാക്ഷികളാകണം. അതിനുവേണ്ടിയാണ് വിളിച്ചിരിക്കുന്നത്. 3, യെശയ്യാ പ്രവചനം 6-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം നമ്മളവിടെ വായിക്കുന്നു. ദൈവത്തിൻ്റെ ഒരു ചോദ്യോത്തര രീതി തന്നെയാണ്. ഞാൻ ആരെ അയക്കേണ്ടു? ആർ നമുക്ക് വേണ്ടി പോകും എന്ന് ചോദിക്കുന്ന കർത്താവിൻ്റെ ശബ്ദം കേട്ടിട്ട്. അപ്പോൾ ഇത് ദൈവത്തിൻ്റെ ഒരു ശബ്ദമാണ്. ദൈവം ആ ചോദ്യോത്തര രീതിയിൽ ചോദ്യരീതി ഉപയോഗിച്ച് തൻ്റെ ദാസനോട് യെശയ്യാ പ്രവാചകൻ അതിന് മറുപടി പറയത്തക്ക തരത്തിൽ ഒരു ചോദ്യം ചോദിച്ചു. നമ്മൾ പലപ്പോഴും വിചാരിക്കും, പ്രാസംഗികനായിരിക്കുന്ന അല്ലെങ്കിൽ ബൈബിൾ അധ്യാപകനായിരിക്കുന്ന എന്നോട് ദൈവത്തിനൊരു ചോദ്യവും ഇല്ല, എൻ്റെ കേൾവിക്കാരോടെ ചോദ്യമുള്ളൂ. എന്നാൽ യെശയ്യാ പ്രവാചകൻ ആ ചോദ്യം കേട്ട് അദ്ദേഹം പ്രതികരിച്ചു, അടിയനെ അയക്കണമേ. അതിനൊരു പ്രതികരണം ഉണ്ടായി. നമ്മൾ ദൈവവചനം പഠിക്കുകയും മറ്റുള്ളവരെ പഠിപ്പിക്കുവാൻ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോഴും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഹൃദയങ്ങളോട് സംസാരിക്കും.
ദൈവം നമ്മെ ചില കാര്യങ്ങൾ നമ്മളെ ചെയ്യിപ്പിക്കുവാനായിട്ട് നമ്മളെ വാസ്തവത്തിൽ ചുമതലപ്പെടുത്തും. അത് ദൈവത്തിൻ്റെ ഒരു അത്ഭുതകരമായിരിക്കുന്ന ഒരു രീതിയാണ്. അപ്പോൾ ഇത് ഞാൻ ആരെ അയക്കേണ്ടു? വിളഞ്ഞു കിടക്കുന്ന വയലുകൾ കണ്ട് കൊയ്ത്ത് അടുത്തിരിക്കുന്നു എന്നുള്ള ആ കാഴ്ച കാണാത്തവര് കേൾക്കണ്ട ഒരു ചോദ്യമാണിത്. ഞാൻ ആരെ അയക്കേണ്ടു? നാലാമത്തേത് എസെക്കിയേൽ പ്രവചനം 1:28 വാക്യത്തിന്റെ 2-ാം ഭാഗം. ദ സെക്കൻഡ് പാർട്ട് ഓഫ് എസെക്കിയേൽ ചാപ്റ്റർ 1:28. അവിടെ സംസാരിക്കുന്ന ഒരുത്തൻ്റെ ശബ്ദം കേട്ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സംസാര രീതി, ഡിസ്കഷണൽ, സാധാരണ മറ്റുള്ളവരുമായിട്ട് നമ്മൾ ആശയവിനിമയം നടത്തുന്ന ഒരു രീതിയാണ്. പിന്നെ എസെക്കിയേൽ 3:12 നമ്മൾ വായിച്ചത് വലിയ മുഴക്കത്തോടെ ഒരു ശബ്ദം പിറകിൽ നിന്ന് കേട്ടു. വലിയ ഒരു മുഴങ്ങുന്ന ശബ്ദം. അപ്പോൾ ഈ വലിയ മുഴക്കത്തോടെ ഒരു ശബ്ദം പിറകിൽ നിന്ന് കേട്ടു. എസെക്കിയേൽ അതിന് പ്രതികരിച്ചു. താൻ ദൈവം മുമ്പാകെ താൻ മഹത്വം അർപ്പിക്കുന്നു എന്നെല്ലാം നമ്മളവിടെ വായിക്കുന്നുണ്ട്. അപ്പോൾ ദൈവത്തിന് മഹത്വം നൽകുവാൻ മടിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർ കേൾക്കേണ്ട ശബ്ദമാണിത്. നമ്മൾ 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്ന ഒരിടം സമം ലോക്കൽ ചർച്ച്, പ്രാദേശിക സഭയെക്കുറിച്ചാണ് കർത്താവ് അവിടെ പറയുന്നത്. പ്രാദേശിക സഭയുടെ മധ്യത്തിൽ സഭായോഗങ്ങളിൽ കർത്താവിൻ്റെ അദൃശ്യമായ സാന്നിധ്യം ഉണ്ട്. ഇപ്പോൾ നമ്മുടെ മധ്യത്തിൽ കർത്താവിൻ്റെ അദൃശ്യമായിരിക്കുന്ന സാന്നിധ്യമുണ്ട്. അവിടുത്തെ സാന്നിധ്യത്തിൻ്റെ സമാധാനവും സന്തോഷവും ആ ദിവ്യമായിരിക്കുന്ന ശക്തിയും ഞാനും നിങ്ങളും നമ്മുടെ ഹൃദയങ്ങളിൽ അനുഭവിക്കുന്നുണ്ടോ? നേരെ മറിച്ച് വചനാനുസരണമല്ലാതെ കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കുന്ന ഒരു പള്ളിയിൽ, ഹൈരാർക്കിക്കൽ ചർച്ചുകളിൽ നമ്മളൊന്ന് പോയി കണ്ടാൽ അവരെന്ത് ബഹുമാനത്തോടു കൂടിയാണ്, നമ്മൾ തന്നെ അത്ഭുതപ്പെട്ടു പോകും, അതിശയിച്ചു പോകും. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, പ്രിയ ജെയ്സന്റെ ഫാദർ അപ്പുജാന്റെ ഒരു ഉദ്യോഗസ്ഥന് പഞ്ചാബിൽ നിന്ന് ഇവിടെ വന്നപ്പോൾ FACTയിലെ ഒരു ഉദ്യോഗസ്ഥന്, അദ്ദേഹം ഞായറാഴ്ച എന്തോ അത്യാവശ്യം ഇവരെല്ലാവരും കൂടെ യാത്ര ചെയ്യുമ്പോൾ ഈ പഞ്ചാബിൽ നിന്ന് വന്ന ഉദ്യോഗസ്ഥന് ഒരു കത്തോലിക്ക പള്ളിയുടെ അടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു മിനിറ്റ് സാറേ, ആ വണ്ടി ഒന്ന് നിർത്തണം, ഞാൻ ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റെപ്പിൻ ചെയ്തോട്ടെ. ഏതായാലും ആ ഡ്രൈവർ വണ്ടി നിർത്തി, അദ്ദേഹം മാത്രം ഇറങ്ങി ആ പള്ളിയിൽ ഒന്ന് കയറി കുറച്ചു നേരം നിന്ന് കഴിഞ്ഞിട്ട് അദ്ദേഹം തിരിച്ചു വന്ന് വണ്ടിയെ കയറി. അത് കഴിഞ്ഞപ്പോൾ ആ പഞ്ചാബി ഉദ്യോഗസ്ഥൻ കാറിലുള്ളവരോട് പറഞ്ഞ ഒരു സാക്ഷ്യം അപ്പുച്ചാൻ എന്നോട് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത്, എൻ്റെ സാറേ, സത്യത്തിൽ ഞാൻ അവിടെ നിന്നപ്പോൾ ആ ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവത്തിൻ്റെ ആ സാന്നിധ്യം അവിടെ ഇറങ്ങി വരുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. അയാളൊരു പഞ്ചാബിയാണ്. അയാൾ യഥാർത്ഥത്തിൽ ദൈവത്തെ അറിഞ്ഞ ആളാണോ ഇല്ലയോ എന്ന് പോലും നമുക്കറിയത്തില്ല. പക്ഷെ അദ്ദേഹത്തിന് തോന്നിയതാണ്. കൊരിന്ത് സഭയ്ക്ക് പൗലോസ് ലേഖനം എഴുതുമ്പോൾ പറയുന്നുണ്ട്, ആത്മവരമില്ലാത്ത ഒരുത്തൻ നിങ്ങളുടെ മധ്യത്തിൽ വന്നാൽ, രക്ഷിക്കപ്പെടാത്ത ഒരാൾ വന്നാൽ, ഇവരുടെ മധ്യത്തിൽ ദൈവമുണ്ട് എന്നുള്ളത് ഏറ്റുപറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനിടയായി തീരണം. അതിന് സാധിക്കുന്നുണ്ടോ? ദൈവത്തിന് അർഹിക്കുന്ന മഹത്വം കൊടുത്ത് ദൈവ സാന്നിധ്യത്തിൻ്റെ ബോധ്യത്തിൽ ദൈവസന്നിധിയിൽ ഇരിക്കാനും പെരുമാറാനും നമ്മൾ കുറച്ചുകൂടെ പഠിക്കേണ്ടിയിരിക്കുന്നു എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോസ്തലപ്രവൃത്തികൾ 9:4 ആറാമത്തെ ദൈവത്തിൻ്റെ കമ്മ്യൂണിക്കേഷൻ മെത്തേഡ് ശൗലിനോടുള്ള ദൈവത്തിൻ്റെ ഇടപാടാണ്. ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് തന്നോട് പറയുന്ന ഒരു ശബ്ദം കേട്ടു. ദൈവം തന്നോട് ശാസന രീതിയിൽ, ഒരു ശാസനയുടെ രീതിയാണ് ദൈവത്തോട് ഉപയോഗിച്ചത്. ചോദ്യോത്തര രീതി ഉപയോഗിച്ചു, അവിടുന്ന് സംസാര രീതി ഉപയോഗിച്ചു, അവിടുന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ളതായിരിക്കുന്ന ഇടപെടൽ നടത്തി. ഇവിടെ ശാസനാരീതി, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? പാപ വഴിയിൽ പോയാൽ അങ്ങനെയുള്ള പോകുന്നവർ കേൾക്കേണ്ട ഒരു ചോദ്യമാണ്. ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? ദൈവജനത്തെ ഉപദ്രവിക്കുന്നത്, ദൈവസഭയെ ഉപദ്രവിക്കുന്നത് കർത്താവിനെ ഉപദ്രവിക്കുന്നതിന് തുല്യമാണ് എന്ന് കർത്താവ് പറഞ്ഞു. ഇത് ലോകത്തിൽ രക്ഷിക്കപ്പെടാത്ത ക്രൂശിന്റെ ശത്രുക്കൾ, സഭയുടെ ശത്രുക്കളെക്കുറിച്ച് മാത്രമല്ല, എന്നെക്കുറിച്ചും അത് സത്യമാണ്. ഞാൻ ഏതെങ്കിലും ഒരു സഹോദരനെക്കുറിച്ചോ സഹോദരിയെക്കുറിച്ചോ ഒരു കുടുംബത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ദൈവജനത്തെക്കുറിച്ചോ ഞാനൊരു വ്യാജം പ്രചരിപ്പിച്ചാൽ, ആവശ്യമില്ലാത്തൊരു ഡിസ്കറേജ്മെന്റ് ഞാൻ കൊടുത്താൽ, വാസ്തവത്തിൽ നമ്മൾ ചെയ്യുന്നതും ഇത് തന്നെയാണ് എന്നുള്ളൊരു തിരിച്ചറിവ് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്നത് കർത്താവിനോട് കൂടുതൽ അടുക്കുന്നതിന് ഇടയായി തീരും. ഏഴാമത്തെ രീതി അപ്പോസ്തലപ്രവൃത്തികൾ 23:11 രാത്രിയിൽ കർത്താവ് പൗലോസിന്റെ അടുക്കൽ നിന്ന് ധൈര്യമായിരിക്കുക,
നീ എന്നെക്കുറിച്ച് യെരൂശലേമിൽ സാക്ഷീകരിച്ചതുപോലെ റോമയിലും സാക്ഷീകരിക്കേണ്ടതാകുന്നു എന്ന് അരുളി ചെയ്തു. ഇത് പൗലോസിന്റെ ജീവിതത്തിൽ വളരെയധികം തന്നെ ധൈര്യപ്പെടുത്തിയ ഒരു സംഭവമാണ്. പൗലോസിന് ചുറ്റും ഭീഷണിയാണ്, പൗലോസിന് ചുറ്റും ശത്രുക്കളാണ്, സുവിശേഷത്തിന്റെ എതിരാളികളാണ്. അങ്ങനെയുള്ള മധ്യത്തിൽ ഇതിനി ഇവിടെ മതി, നിർത്തിയേക്കാം, ഇനി എങ്ങനെ മുന്നോട്ട് പോകും, ഈ വർക്കുകൾ ഇനി പ്രോഗ്രസീവായിട്ട് കൊണ്ടുപോകാൻ പറ്റും, ഇങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങൾ. എന്നാൽ ദൈവം തന്നെ ശക്തിപ്പെടുത്തി, തന്നെ ബലപ്പെടുത്തി. രാത്രിയിൽ ദൈവം തന്നോട് ഇടപെട്ടു. അതായത് ധൈര്യപ്പെടുത്തുന്ന ഒരു രീതിയാണ് ദൈവം തൻ്റെ ശബ്ദം കേൾപ്പിക്കുവാൻ അവിടെ ഉപയോഗിച്ചത്. അപ്പം ചുറ്റും ഭീതി, മരണഭീതി പരക്കുമ്പോൾ അങ്ങനെയുള്ള പ്രതിബന്ധങ്ങളിൽ ഇരുട്ടിൽ ആയിരിക്കുന്നവർ കേൾക്കേണ്ട ഒരു ധൈര്യപ്പെടുത്തലിൻ്റെ ചോദ്യമാണ് ഈ ചോദ്യം. എട്ടാമത്തേത് 2 കൊരിന്ത്യർ 12:9. കർത്താവിനോട് എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. ഇവിടെ ഒരു വാഗ്ദാന രീതിയാണ് ദൈവം ഉപയോഗിച്ചത് തൻ്റെ സന്ദേശം കേൾപ്പിക്കുവാൻ. വാഗ്ദാന രീതി, ഗോഡ്സ് പ്രോമിസ്. വിശുദ്ധ ബൈബിളിൻ്റെ വേറൊരു പേര് വാഗ്ദാന പുസ്തകം തന്നെയാണ്, പ്രോമിസ് ബുക്ക്. കാരണം ഇതിനകത്ത് 100 കണക്കിന് ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുകയാണ്, പ്രോമിസസ്. അപ്പോൾ ഈ വാഗ്ദാന രീതി ദൈവം അവിടെ ഉപയോഗിച്ചു. എൻ്റെ കൃപ, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരും. ജഡത്തിലെ ശൂലവും കുത്തുവാൻ സാത്താൻ്റെ ദൂതനെയും ദൈവം അനുവദിച്ച് കഷ്ടങ്ങളിൽ കൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെയുള്ള കഷ്ടാനുഭവത്തിൻ്റെ പാതയിൽ, ക്രൂശിൻ്റെ പാതയിൽ പോകുന്നവർക്കുള്ള ധൈര്യപ്പെടുത്തലാണ്. കർത്താവ് പറയുന്നു, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞ് വരുന്നു. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഞാൻ ബലഹീനതകളിലും പ്രശംസിക്കുകയാണ്. കുഴപ്പമില്ല, എൻ്റെ ബലഹീനതകൾ, എൻ്റെ കഴിവുകേടുകൾ, അല്ലെങ്കിൽ എൻ്റെ പ്രശ്നങ്ങൾ, എൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ, ഇതെല്ലാം ദൈവത്തിൻ്റെ കൃപ കൂടുതൽ വ്യാപരിക്കുന്നതിന് മുഖാന്തരമാകുമെങ്കിൽ ഞാൻ അതിൽ സന്തോഷിക്കുന്നു. അപ്പം ആരെയും തകർത്ത് കളയാവുന്ന നിഗളത്തിലായവരും ഈ ശബ്ദം കേൾക്കേണ്ടതാണ്. പൗലോസ് വളരെയധികം അവിടെ പറയുന്നുണ്ട്, ഞാൻ വെളിപ്പാടുകളുടെ ആധിക്യത്താൽ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന്. ഇത് വളരെ അപകടം പിടിച്ചൊരു മേഖലയാണ്. ഞാൻ വളരെ പ്രവർത്തിക്കുന്നു, എന്നെ ദൈവം ഉപയോഗിക്കുന്നു, എൻ്റെ സന്ദേശം നല്ലതായിരുന്നു, ആരെങ്കിലും കുറച്ചു പേരൊരു അഭിനന്ദനം പറയുകയാണ്, അല്ലെങ്കിൽ കുറച്ച് ഫലങ്ങൾ നമ്മൾ കണ്ടു കഴിയുമ്പോൾ സാത്താൻ നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ തലയിൽ പ്രവർത്തിക്കുവാൻ ആരംഭിക്കും. ഞാൻ മിടുക്കനാ, എന്നെ കൊണ്ട് കൊള്ളാം. പ്രിയപ്പെട്ടവരെ, ആ സമയത്ത് തന്നെ നമ്മൾ ആ അഹങ്കാരത്തിൻ്റെ ആ മുള നുള്ളിക്കളയേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ബലിഗ്രാം അസോസിയേഷന്റെ ലോകവ്യാപകമായ പ്രവർത്തനങ്ങളിൽ ജനലക്ഷങ്ങൾ രക്ഷിക്കപ്പെട്ടു. ആരംഭത്തിൽ ആ പ്രോഗ്രാം തുടങ്ങുന്ന സമയത്ത് ഒരു മീറ്റിങ്ങിന് ഇങ്ങനെ പോകുമ്പോൾ, വിജനമായ ഒരു സ്ഥലത്തൂടെ വണ്ടി ഓടിച്ചു പോകുമ്പോൾ ബലിഗ്രാം പറഞ്ഞു, സ്റ്റോപ്പ് ദ വെഹിക്കിൾ. വാഹനം പെട്ടെന്ന് നിർത്തി, ഡോർ അങ്ങ് തുറന്ന് അദ്ദേഹം ഇറങ്ങി. അദ്ദേഹം വളരെ ചെറുപ്പക്കാരനാണ്. ബലിഗ്രാം ഇവാഞ്ചലിസ്റ്റിക് അസോസിയേഷന്റെ ഏതാണ്ടൊരു 70 വർഷങ്ങൾക്ക് മുമ്പ് ആ പ്രവർത്തനമൊക്കെ തുടങ്ങി വരുന്നേ ഉള്ളൂ. അങ്ങനെ ഓടിപ്പോയി ആ മൈതാനത്ത് കുറേ സമയം മുട്ടിന്മേൽ നിന്നു. അപ്പോൾ കൂടെയുള്ളവർ വിചാരിച്ചു, പ്രാർത്ഥിക്കുകയാണ്, നല്ല കാര്യമാണല്ലോ. കുറേ കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചു വന്നു, വാഹനത്തിൽ കയറി വണ്ടി വിട്ടോളാൻ പറഞ്ഞു പോയി. ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ സഹപ്രവർത്തകർ ഒരാൾ ചോദിച്ചു, അന്നുണ്ടായ ആ സംഭവം അതെന്താണ്? അപ്പോഴാണ് അദ്ദേഹം അത് വെളിപ്പെടുത്തിയത്. അദ്ദേഹം പറഞ്ഞത്, ഇങ്ങനെ ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് എൻ്റെ ഹൃദയത്തിലേക്ക് ഒരു ചിന്ത ഓടി വന്നു. ഡോക്ടർ ബില്ലി ഗ്രഹാം വലിയൊരു ക്രൂസൈഡിൽ പ്രസംഗിക്കാൻ പോവുക, ഇനി ലോകവ്യാപകമായിട്ടുള്ള സന്ദേശം കൊടുക്കാൻ പോവുക, ലോകം എന്നെ അറിയാൻ പോവുകയാണ്, ലോകത്തിൻ്റെ മുമ്പിൽ നീ പ്രശസ്തനാകാൻ പോവുകയാണ്, നീ വലിയവനാകാൻ പോവുകയാണ്. ഇങ്ങനെയുള്ള ചിന്ത എൻ്റെ ഹൃദയത്തിലേക്ക് വന്നു. അത് ശത്രു കൊണ്ടിരുന്നതാണെന്ന് എനിക്ക് മനസ്സിലായി, അപകടം എനിക്ക് മനസ്സിലായി. അത് ഏറ്റുപറയാനാണ് ഞാൻ അപ്പോൾ വാഹനം തുറന്ന് ഓടിപ്പോയി ദൈവസന്നിധിയിൽ എൻ്റെ പാപം ഏറ്റുപറഞ്ഞത്. ഞാനോ നമ്മൾ ആരെങ്കിലും ആണെങ്കിൽ അതൊന്നും വലിയൊരു പാവമായിട്ട് പോലും നമ്മൾ കരുതുകയില്ല. എന്നെ കൊണ്ട് കൊള്ളാവുന്നതുകൊണ്ടല്ലേ ഞാൻ പ്രസംഗിക്കുന്നത്. എന്നാൽ ആ കൃത്യസമയത്ത് അദ്ദേഹം അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചു. അഹങ്കാരം, നിഗളം അത് മുളയിലെ നുള്ളിക്കളഞ്ഞു. ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ടാണ് അദ്ദേഹത്തെ ലോകവ്യാപകമായി, സഭയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വ്യാപകമായിട്ടുള്ള സുവിശേഷീകരണത്തിന് വേണ്ടി ദൈവം അദ്ദേഹത്തെ ഉപയോഗിച്ചത്. 1996 ഗ്ലോബൽ മിഷൻ വിത്ത് ഡോക്ടർ ബില്ലി ഗ്രഹാം 100 ഉപഗ്രഹങ്ങളാണ് അദ്ദേഹം ഉപയോഗിച്ചത്. 10 കോടി ജനങ്ങളാണ് സുവിശേഷ സന്ദേശം കേട്ടത്. 10 ലക്ഷം ക്രിസ്തീയ പ്രവർത്തകരാണ് അതിന് പിന്നിൽ അണിനിരുന്നത്. ബ്രദറുകാരുടെ എല്ലാ മാഗസിനുകളും എഡിറ്റോറിയലിൽ ആ വലിയ സംരംഭത്തെക്കുറിച്ച് എഴുതുകയുണ്ടായി. അതുകൊണ്ട് ഈ വലിയ കാര്യം, പൗലോസിനെ കൊടുത്തതായിരിക്കുന്ന ആ ബലഹീനത അല്ലെങ്കിൽ ശൂലം നമ്മുടെ ജീവിതത്തിൽ ദൈവം ഒരു അനുഗ്രഹമാക്കി തീർക്കും. 10ാമത്തെ ദൈവത്തിൻ്റെ
ആശയവിനിമയത്തിൻ്റെ മെത്തേഡ് വെളിപ്പാട് പുസ്തകം 2-3 അധ്യായങ്ങൾ നിങ്ങൾ വായിച്ചാൽ 7 സഭകളോടും പറയുന്നുണ്ട്. ആത്മാവ് സഭകളോട് പറയുന്നത് എന്ത് എന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. അപ്പോൾ അവിടെ ഈ സന്ദേശങ്ങളൊക്കെ ഓരോ സഭകളോടുള്ള സന്ദേശങ്ങൾ വായിച്ചാലും അവിടെ അഭിനന്ദനം കർത്താവ് കൊടുക്കുന്നുണ്ട്, ചിലർക്ക് ശാസന കൊടുക്കുന്നുണ്ട്, ചിലർക്ക് പ്രോത്സാഹനം കൊടുക്കുന്നുണ്ട്, ചിലർക്ക് ശാക്തീകരണം കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ വിവിധ രീതികളിലാണ് ദൈവം തൻ്റെ സന്ദേശം ആസിയിലെ ഓരോ സഭകൾക്കും കൊടുക്കുവാനിടയായി തീർന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ആശയവിനിമയ രീതികൾ, ദൈവത്തിൻ്റെ ശബ്ദം കേൾപ്പിക്കുന്ന രീതികൾ പലതായിരുന്നു. അപ്പോൾ ഈ ശബ്ദം, അതായത് ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ആത്മാവ് പറയുന്നത് കേൾക്കണം. പരിശുദ്ധാത്മാവ് പറയുന്നത് അതെവിടെയാണ് കൊടുത്തിരിക്കുന്നത്? പരിശുദ്ധാത്മാവ് പറയുന്നതാണ് ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ശബ്ദം സഭയ്ക്ക് കുറച്ച് പാരമ്പര്യവും കൂടെ വേണമെന്ന് ചിന്തിക്കുന്നവർ ശക്തമായിട്ട് കേൾക്കേണ്ട ഒരു ആശയവിനിമയ രീതിയാണ്. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. സഭ കേൾക്കേണ്ടത് ദൈവത്തിൻ്റെ വചനത്തിൽ എന്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്, അതാണ്, പാരമ്പര്യമല്ല. അത് നമ്മൾ ശ്രദ്ധിക്കണം. 11ാമത്തെ രീതി ലൂക്കോസ് 12-20 തിരുവചനം. അവിടെ ഒരു പണക്കാരനോടുള്ള ചോദ്യമാണ്. മൂടാ, ഇന്ന് രാത്രി നിന്റെ ആത്മാവിനെ നിന്നോട് ചോദിക്കും, നീ സമ്പാദിച്ചു വെച്ചത് ആർക്കാകും? വളരെ ശക്തമായൊരു ചോദ്യമാണ്. അത് മൂടനോട് ചോദിച്ചതാ, പണക്കാരനോട് ചോദിച്ച, രക്ഷിക്കപ്പെടാത്തവനോടുള്ള ചോദ്യമാണ്. അല്ല, നമ്മൾ ഓർക്കണം, എന്നോടും കൂടെ ഉള്ള ചോദ്യമാണ്. ഇഫ് യു ആൻഡ് ഐ പേഴ്സണലി ബിലീവ് ദി ഇമ്മിനന്റ് കമ്മിങ് ഓഫ് ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, നമ്മളോടുള്ള ഒരു ചോദ്യമാണിത്. എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു ഏത് നിമിഷവും വരും എന്ന് സഭ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇത് നമ്മോടും കൂടെ ഉള്ള ശക്തമായ ഒരു ചോദ്യമാണ്. അതായത് ഭോഷത്വവും നിത്യനഷ്ടവും ഓർമ്മിപ്പിച്ചുകൊണ്ടുള്ള ഒരു ചോദ്യരീതിയാണ് കർത്താവ് അവിടെ അവലംബിച്ചത്. രക്ഷിക്കപ്പെടാത്തവർ കേൾക്കേണ്ട ഒരു ശബ്ദമാണിത്. ചിലപ്പോൾ രക്ഷിക്കപ്പെട്ട ഞാനും നിങ്ങളും കേൾക്കേണ്ട ഒരു ശബ്ദമാണ്. മർക്കോസ് 10:21 യേശു യുവധനികനെ നോക്കി അവനെ സ്നേഹിച്ചു, അവനോട് പറഞ്ഞു, നിനക്കൊരു കുറവുണ്ട്, നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. അവൻ ദുഃഖിതനായി അവൻ തിരിച്ചുപോയി. ഞാൻ ഈ കഴിഞ്ഞ സന്ദേശത്തിലാണെന്ന് തോന്നുന്നു ഓർമ്മിപ്പിച്ചു. മനോരമയിൽ വന്നൊരു ന്യൂസാണ്. ഒരു ഭക്തൻ, അക്രൈസ്തവ ഭക്തൻ, അവൻ വിശ്വസിക്കുന്ന ഒരു ദേവന് വേണ്ടി, അവരുടെ ആ ആരാധനാ സ്ഥലത്തിന് വേണ്ടി കൊടുത്ത ഒരു ചെറിയ ഒരു സംഭാവന 4 കോടി രൂപ. 4 കോടി രൂപ സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, മിഷൻ പ്രവർത്തനത്തിന് വേണ്ടി, ഒരു പ്രാദേശിക സഭയുടെ ആവശ്യത്തിന് വേണ്ടി 1 ലക്ഷം രൂപ കൊടുക്കുന്നവർ, അല്ലെ 10 ലക്ഷം കൊടുക്കുന്നവർ, അല്ലെങ്കിൽ 1 കോടി കൊടുക്കുന്നവർ എത്ര പേരുണ്ട്? ആരെയും നമുക്കറിയാമോ? ഇവിടെ ഈ സുനാമി വന്ന സമയത്ത് ഒരു 20-25 പേരെങ്കിലും, അതിനകത്ത് ചെറുപ്പക്കാരുണ്ട്, പ്രായമുള്ളവരുണ്ട്, അവരെല്ലാം മുഖത്തു നോക്കി പറയുന്നു, ബ്രദറെ, നിന്ന നെയ്പ്പിൽ 18 ലക്ഷം രൂപ പോയി. ഒരാൾ പറഞ്ഞു, നിന്ന നെയ്പ്പിൽ 75 ലക്ഷം രൂപ പോയി. വീട് പോയി, കാറ് പോയി, അതുപോലെയുള്ള എല്ലാം വെള്ളം കയറി നഷ്ടമായി. ഇന്ന് അവരോട് ആരോടെങ്കിലും നമ്മൾ ചോദിച്ചാൽ, തിരിച്ചു ചോദിച്ചാൽ, എന്നോടും നിങ്ങളോടും ചോദിച്ചാൽ, ഹൗ മച്ച് മണി ഡു യു സെറ്റ് അപ്പാർട്ട് ഫോർ ഇവാഞ്ചലൈസേഷൻ, ഫോർ ദി മിഷൻ വർക്ക്, ഫോർ ദി ചർച്ച് ആക്ടിവിറ്റീസ്? ഇവിടെ പലപ്പോഴും കുഞ്ചാനൊക്കെ അനൗൺസ് ചെയ്യാറുണ്ട്, സഭയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് കൂടുതൽ സാമ്പത്തികമായ കാര്യങ്ങൾ, ആ കാര്യങ്ങളിൽ എല്ലാവരും ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ ചിന്താ വിഷയം എന്ന് പറയുന്നത് എത്രയും വേഗം വരുവാനിരിക്കുന്ന കർത്താവും കർത്താവിൻ്റെ സുവിശേഷത്തിന് വേണ്ടി, ദൈവത്തിൻ്റെ സഭയ്ക്ക് വേണ്ടിയുള്ള കാര്യപരിപാടികൾക്ക് വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ എന്ത് ചെലവഴിക്കുന്നുണ്ട്, അത് വളരെ വളരെ ഗൗരവമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇത് വളരെ പ്രധാനമായിട്ടും നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കേണ്ട ഒരു കാര്യമാണ്. ആരോ ഒരാൾ ഇച്ചിരി തമാശ രൂപത്തിലും ഇച്ചിരി ഗൗരവമായിട്ടും അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്. അതായത് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരിടത്ത് കിടക്കുന്ന സ്ഥലം, അതുപോലെയുള്ള കേരളത്തിലെ അനേക സ്ഥലങ്ങളിൽ സ്ഥലം വിൽക്കാൻ കിടക്കുക, സ്ഥലം വിൽക്കാൻ പറ്റുന്നില്ല. അതിൽ ഒരു പ്ലോട്ട്, ഒരു വീട്, ഒരു പ്ലോട്ടും കൂടെ 14 കോടിയാണ് വില പറഞ്ഞിരിക്കുന്നത്. വേറൊരു പ്ലോട്ട് 4 കോടി, വേറൊരു പ്ലോട്ട് 7-8 കോടിയാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു നല്ല രക്ഷിക്കപ്പെട്ട ഒരു വിശ്വാസിയാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ സാധിക്കും, എന്താണ് ഇതുകൊണ്ടുള്ള പ്രയോജനം? അദ്ദേഹം പെട്ടെന്ന് ഒരല്പം പുഞ്ചിരിയോടുകൂടെ പറഞ്ഞു, എതിർ ക്രിസ്തുവിനെ പൊട്ടടിക്കാൻ ഉപയോഗിക്കാം. ഇതാണ് അദ്ദേഹത്തിൻ്റെ മറുപടി.
അന്തിക്രിസ്തുവിന് വേണ്ടി അത് ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളത്. വാസ്തവത്തിൽ അതല്ലേ സംഭവിക്കാൻ പോകുന്നത്. കർത്താവ് വന്നാൽ നമ്മൾ ഇട്ടിരിക്കുന്ന ഈ ഡെഡ് ഇൻവെസ്റ്റ്മെന്റ് ഒരിക്കലും ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി പ്രയോജനപ്പെടുകയില്ല. കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടി നമുക്ക് ചെലവാകുവാനും ചെലവായി പോകുവാനും ഇടയായിത്തീരണം. പൗലോസ്ലീഹ പറഞ്ഞിട്ടുണ്ട്, കൊരിന്ത്യരോട് പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് വേണ്ടി ചെലവായി പോകാനും ചെലവാക്കുവാനും ഞാൻ തയ്യാറായിരിക്കുന്നു. വളരെ ശക്തമായ ഒരു സാക്ഷ്യമാണ് അദ്ദേഹത്തിൻ്റെ. 13ാമത്തെ ആശയവിനിമയ രീതി എന്ന് പറയുന്നത് മത്തായി സുവിശേഷം 17:5 മർറൂവ മലയിൽ വെച്ചിട്ടുള്ള സംഭാഷണമാണ്. അവിടെ പിതാവ് പറഞ്ഞു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവങ്കൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവന് ചെവി കൊടുപ്പിൻ എന്നൊരു ശബ്ദവും ഉണ്ടായി. അപ്പോൾ ഇവിടെ കർത്താവിനോടുകൂടെ ഒരു നല്ല കൂട്ടായ്മയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന, അവിടെ ചില ശിഷ്യന്മാരുണ്ടായിരുന്നു, 3 ശിഷ്യന്മാരുണ്ടായിരുന്നു. അവർ വേണ്ട വിധത്തിൽ ആ കാര്യങ്ങളുടെ ഗൗരവമൊന്നും മനസ്സിലാക്കിയില്ല. അതിൻ്റെ വെളിച്ചത്തിൽ നമ്മുടെ കർത്താവുമായിട്ട് നല്ല ഒരു കൂട്ടായ്മയ്ക്ക് മടിക്കുന്നവർ, തയ്യാറാകാത്തവർ കേൾക്കേണ്ട ഒരു ശബ്ദമാണ്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പിൻ. കർത്താവിന് ചെവി കൊടുപ്പിൻ. ഒരു സഭായോഗത്തിന് വന്നിരിക്കുമ്പോൾ, ആരാധനയ്ക്ക് വന്നിരിക്കുമ്പോൾ, പ്രാർത്ഥനായോഗത്തിന് വന്നിരിക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധയും നമ്മുടെ മനസ്സും നമ്മുടെ ഹൃദയവുമെല്ലാം കർത്താവിനും കർത്താവിൻ്റെ വചനത്തിനും ദൈവത്തിൻ്റെ കാര്യപരിപാടിക്കും, ദൈവം എന്നോട് ഇടപെടുന്ന കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളോട് ബന്ധപ്പെട്ടായിരിക്കണം. ഒരു ചെറുപ്പക്കാരൻ മുട്ടിന്മേൽ നിന്ന് വേദപുസ്തകം വായിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ വായിച്ചുകൊണ്ടിരുന്ന കഴിഞ്ഞപ്പോൾ ഒരു സഭയോട് കർത്താവ് പറഞ്ഞു, ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. ആസിയിലെ 7 സഭകളിൽ ഒരു സഭയോട് പറഞ്ഞ, ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. ഈ ചെറുപ്പക്കാരൻ്റെ ഹൃദയത്തോട് അത് ശക്തമായിട്ട് സംസാരിച്ചു. ദൈവം ഒരു വാതിൽ തുറന്നാൽ അത് അടയ്ക്കാൻ ആർക്ക് കഴിയും? ആ വാതിൽ എനിക്ക് ഉപയോഗിക്കുവാനായിട്ട് കഴിയുകയില്ലേ? കർത്താവേ, ഞാൻ എന്നെ സമർപ്പിക്കുന്നു, അങ്ങ് തുറക്കുന്ന വാതിലുകൾ ഞാൻ അങ്ങയ്ക്ക് വേണ്ടി ഉപയോഗിക്കാം. അങ്ങനെയാണ് ഓപ്പൺ ഡോഴ്സ് എന്ന സംഘടന രൂപപ്പെട്ടത്. ഒരു ബ്രദർ മൂവ്മെന്റ് ആണത്. ബ്രദർ ആൻഡ്രൂ ആണ് അതിൻ്റെ സ്ഥാപകൻ, ഇപ്പോഴും ഉണ്ട്. ലോകവ്യാപകമായി കോടിക്കണക്കിന് വിശുദ്ധ ഗ്രന്ഥങ്ങൾ സ്വാതന്ത്ര്യമില്ലാത്ത സ്ഥലങ്ങളിലേക്ക് ജീവൻ പണയം വെച്ച് യങ്സ്റ്റേഴ്സ്, ചെറുപ്പക്കാർ എത്തിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സംരംഭമാണ്. ന്യൂസിലൻഡിൽ അവരുടെ ഓഫീസിൽ അവരുടെ ഒരാളുമായിട്ട് ഇൻ്റർവ്യൂ നടത്തിയപ്പോൾ ഞാൻ ചോദിച്ചു, സാർ എത്ര തവണ പോയിട്ടുണ്ട് ചൈനയിലേക്ക്? 23 തവണ പോയിട്ടുണ്ട്. ഇത് പോയപ്പോൾ ഏതെങ്കിലും സമയത്ത് അവർ പിടിച്ചിട്ടുണ്ടോ? അവർ ഈ കാറിനകത്ത് നിറച്ച് ചൈനീസ് ബൈബിൾ ഇട്ടിരിക്കുക. അവർക്ക് കാണുകയും ചെയ്യാം, ഒന്നും മറയ്ക്കുകയല്ല. അതെല്ലാമായിട്ട് അവരവിടെ തടഞ്ഞു നിർത്തുമ്പോൾ അവിടെ അവർ ഈ തോക്കും പിടിച്ചുകൊണ്ട് ഈ കാറിന് ചുറ്റും ഇങ്ങനെ ഒരുപാട് പ്രാവശ്യം വട്ടം കറങ്ങും. അപ്പം ഞങ്ങളുടെ ഉള്ളിൽ ഒരു ഉരുകുന്ന പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന ഇപ്രകാരമാണ്, കർത്താവേ, ലോകത്തിൽ അങ്ങ് ആയിരുന്നപ്പോൾ അനേക കുരുടന്മാർക്ക് കാഴ്ച കൊടുത്തു, എന്നാൽ ഇപ്പോൾ ഈ ഉദ്യോഗസ്ഥന്മാരുടെ കണ്ണുകളെ അങ്ങ് കുരുടാക്കണമേ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ദൈവം ലിറ്ററലി അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇവർ ഇതിന് ചുറ്റും പല പ്രാവശ്യം നടന്നിട്ട് പൊക്കോളാൻ പറയും. ഞങ്ങൾ ബൈബിളുമായിട്ട് ചൈനയിൽ പോയി അനേകർക്ക് ഈ ബൈബിൾ എത്തിക്കുവാൻ ഇടയായി തീർന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വാസ്തവത്തിൽ അത്ഭുതകരമായ ഒരു കാര്യമാണ്. 14ാമത്തെ രീതി നമ്മൾ ദാനിയേൽ 4:31 വായിക്കുന്നു. ഈ വാക്ക്, അതായത് ഒരു പ്രത്യേക വാക്ക് രാജാവ് പറഞ്ഞു, നെബൂഖദ്നേസർ രാജാവ്. ഈ വാക്ക് രാജാവിൻ്റെ വായിലിരിക്കുമ്പോൾ തന്നെ സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം ഉണ്ടായി. എന്താ ശബ്ദം? അതായത് ഇവൻ്റെ വായിൽ വന്ന വാക്ക് അവിടെ പറഞ്ഞിരിക്കുന്നത്, ഞാൻ എൻ്റെ ധനമാഹാത്മ്യം, പിന്നെ എൻ്റെ പ്രതാപത്തിൻ്റെ മഹത്വത്തിനായിട്ട് ഞാൻ പടുത്തുയർത്തിയ രാജധാനി അല്ലയോ എന്ന് പറഞ്ഞു. ഈ വാക്കാണ് നെബൂഖദ്നേസർ അഹങ്കാരത്തോടുകൂടെ പറഞ്ഞത്. ദൈവത്തിൻ്റെ ശബ്ദം വന്നു. ദൈവം പറഞ്ഞത്, രാജ്യത്വം നിന്നെ വിട്ട് നീങ്ങിയിരിക്കുന്നു, മനുഷ്യരുടെ ഇടയിൽ നിന്നും നിന്നെ നീക്കിക്കളയും, നിന്റെ പാർപ്പ് കാട്ടിലെ മൃഗങ്ങളോടെ ആയിരിക്കും, നിന്നെ കാളയെപ്പോലെ പുല്ലുതീറ്റിക്കും. ദൈവത്തിൻ്റെ ശക്തമായ ആ ഒരു ന്യായവിധിയുടെ ഒരു രീതി, അതായത് കൽപ്പനാ രീതിയാണ് ദൈവം ഇവിടെ ഉപയോഗിച്ചത്. അപ്പോൾ ഇതെല്ലാം അവന് സംഭവിച്ചു. 7 കാലം തികഞ്ഞു. 4:34 ദാനിയേൽ 4:34 ആ കാലം കഴിഞ്ഞിട്ട് 7 മഹൽ കാര്യങ്ങൾ ഈ നെബൂഖദ്നേസർ ചെയ്തു എന്ന് വായിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ, ചില ശിക്ഷാവിധികളോ ബാലശിക്ഷകളോ ചില പിന്മാറ്റങ്ങളോ ഒക്കെ സംഭവിക്കുമ്പോഴും തിരിച്ചു വന്ന് നെബൂഖദ്നേസറിനെ പോലെ തന്നെ ചെയ്യണം. 7 കാര്യങ്ങൾ എന്തൊക്കെയാ? ഞാൻ സ്വർഗത്തിലേക്ക് കണ്ണുയർത്തി. 2, എൻ്റെ ബുദ്ധി മടങ്ങി വന്നു. 3, ഞാൻ അത്യുന്നതനായവനെ പുകഴ്ത്തി. 4, എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ സ്മരിച്ചു. 5, ബഹുമാനിച്ചു. 6, ദൈവത്തിൻ്റെ ആധിപത്യം എന്നേക്കുമുള്ള ആധിപത്യമാണെന്ന് മനസ്സിലാക്കി. ദൈവത്തിൻ്റെ രാജ്യത്വം തലമുറ തലമുറയായും ഇരിക്കുന്നു എന്ന് മനസ്സിലാക്കി. നമ്മൾ എന്തെങ്കിലും കേൾക്കുന്നതിൽ നിന്നും പഠിക്കുന്നതിൽ നിന്നും ധ്യാനിക്കുന്നതിൽ നിന്നും മനസ്സിലാക്കുന്നില്ലെങ്കിൽ പിന്നെ എന്ത് പ്രയോജനം?
നെബൂഖദ്നേസർ അത് മനസ്സിലാക്കി. 15 ഏശയ്യാ 1:18 അവിടെ ദൈവം ഉപയോഗിക്കുന്ന രീതി ഒരു സ്നേഹ ആഹ്വാന രീതിയാ. എന്താ സ്നേഹ ആഹ്വാനം? വരുവിൻ എന്നുള്ള ദൈവത്തിന്റെ വിളിയാണ്. വരുവിൻ, നിങ്ങളുടെ പാപങ്ങളെ ശുദ്ധീകരിപ്പിൻ. ദൈവം എനിക്ക് തരുന്ന ഒരു വലിയ വിളിയാണ്. രക്ഷിക്കപ്പെടാത്തവർക്കും ആ വിളിയുണ്ട്. എന്നാൽ ഇവിടെ നിങ്ങളെ കഴുകി വെടിപ്പാക്കുവിൻ, ശത്രുക്കൾക്ക് പാപമോചനമേകാനുള്ള ദൈവത്തിന്റെ വിളിയുടെ ശബ്ദമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ദൈവജനത്തിനും ഇത് ബാധകമാണ്. പാപമോചനം പ്രാപിക്കാത്തവർ കേൾക്കേണ്ട ശബ്ദമാണത്. പാപമോചനം പ്രാപിച്ചവർ, രക്ഷിക്കപ്പെട്ട ദൈവജനം അനുദിന ശുദ്ധീകരണത്തിന് വേണ്ടി കേൾക്കേണ്ട ഒരു ശബ്ദമാണ്. വരുവിൻ, ശുദ്ധീകരണം പ്രാപിക്കുവിൻ. ഓരോ ഞായറാഴ്ച ആഴ്ചവട്ടത്തിന് 1-ാം ദിവസം നമ്മൾ ലോർഡ്സ് ടേബിൾ അത് കർത്താവിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി കൊണ്ടാടുന്നുണ്ട്. അത് ഏറ്റവും നല്ലൊരു സന്ദർഭമാണ്. ഞായറാഴ്ച വരുമ്പോഴല്ല സെൽഫ് എക്സാമിനേഷൻ ചെയ്യേണ്ടത്. നമ്മുടെ ജീവിതത്തെ സമൂലമായിട്ട് പരിശോധിക്കാനും നമ്മുടെ ജീവിതം റീഡെഡിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള ഏറ്റവും നല്ല ഒരു കാര്യമാണ് ആരാധനാ യോഗം എന്ന് പറയുന്നത്. അല്ലാതെ ഇതൊരു ആവർത്തന വിരസതയുള്ളൊരു കാര്യം, അല്ലെങ്കിൽ ഇതേതോ ഒരു കർമ്മ പരിപാടി, ഇതിനകത്ത് പങ്കെടുത്തില്ലെങ്കിൽ മറ്റുള്ളവർ എന്നാ വിചാരിക്കും, ഇങ്ങനെ ഒരു വലിയ ഗൗരവമില്ലാത്ത ഒരു ശുശ്രൂഷയായിട്ട് ആ കാര്യം കാണരുത്. തന്നെത്താൻ ശോധന ചെയ്ത് ജീവിതത്തെ റീഡെഡിക്കേറ്റ് ചെയ്ത് ദൈവസന്നിധിയിൽ വരണം. ആ അപ്പത്തിന്റെയും വീഞ്ഞിന്റെയും ബാക്കി എല്ലാ മേശകളിലും കാണാം, എല്ലാ പ്രാദേശിക സഭകളിലും അത് കാണാം. അതെന്താണ് എന്നോട് വിളിച്ചു പറയുന്നത്? ഞാൻ ജീവിക്കുന്ന പട്ടണത്തിൽ അതിന്റെ അംശികളാകാൻ ഇനിയും ആൾക്കാരുണ്ട്. അനേകർ ഇനിയും രക്ഷിക്കപ്പെട്ട് സഭയിലേക്ക് വരണം. കർത്താവേ, അതിന് ഞാൻ എൻ്റെ ജീവിതത്തെ സമർപ്പിക്കുന്നു. ആരാധനയിൽ കർത്താവിൻ്റെ ദിവ്യമായ സ്നേഹവും മരണവും അവിടുത്തെ പാപപരിഹാര ബലിയെല്ലാം നമ്മൾ ഓർക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെയും സമർപ്പിക്കുന്നതിന് ജീവനുള്ള ഒരു ആരാധനയായി രൂപാന്തരപ്പെടുത്തുവാൻ അത് സഹായകരമാണ്. 16 ഏശയ്യാവ് 1-ാം അധ്യായത്തിൽ വരുവിൻ എന്ന് ക്ഷണിക്കുന്ന സ്നേഹനാദം ഏശയ്യാവിൻ്റെ ഒടുവിലത്തെ അധ്യായത്തിൽ 66-ന്റെ 6-ാമത്തെ തിരുവചനത്തിൽ തൻ്റെ ശത്രുക്കളോട് പ്രതിക്രിയ ചെയ്യുന്ന യഹോവയുടെ ക്രോധനാദമാണ് നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. ഏശയ്യാവ് തുടങ്ങുന്ന 1-ാം അധ്യായത്തിൽ സ്നേഹക്ഷണം, ഏശയ്യാവ് അവസാനിക്കുന്നത് 66-ാം അധ്യായത്തിൽ അവസാനിക്കുന്നത് സ്നേഹസ്വരമല്ല ക്രോധ സ്വരമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ക്രിസ്തുവിനെ കൈക്കൊള്ളാത്തവർ കേൾക്കേണ്ട ഒരു ശബ്ദമാണിത്. തൻ്റെ സ്നേഹസ്വരം തീരും, ക്രോധസ്വരം അവരെ ഭ്രമിപ്പിക്കും. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് ഈ ദൈവത്തിൻ്റെ വചനത്തോട് ബന്ധപ്പെട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട ചില മുന്നറിയിപ്പുകൾ തിരുവചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. റെഫറൻസ് മാത്രം പറഞ്ഞങ്ങ് വിടാം, വിശദീകരിച്ച് പഠിക്കേണ്ടതായിരുന്നു, നമുക്കിപ്പോൾ സമയമില്ല. ഇതിൽ 1 ലൂക്കോസ് 24:25 അവിടെ എന്താണെന്നറിയാവോ മുന്നറിയിപ്പ്? വചനം വിശ്വസിക്കാത്തവർക്ക് ശാസന. നമ്മൾ പറയുന്നതെല്ലാം ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. എനിക്ക് മനസ്സിലാകാത്ത കാര്യവും ഞാൻ വിശ്വസിക്കുന്നുണ്ടോ? ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു, അതെനിക്കങ്ങ് മനസ്സിലാകുന്നില്ല, അതുകൊണ്ട് എനിക്ക് അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇത് വിശകലനം ചെയ്തതിനകത്ത് അപകടമൊന്നുമില്ല. തിയോളജിക്കലി ഇതൊക്കെ വിശകലനം ചെയ്യാം. പക്ഷേ വിശകലനം ചെയ്യുവാനല്ല, വിശ്വസിച്ച് വിശ്വാസത്താൽ ഇത് അംഗീകരിക്കുവാനാണ് ദൈവം തൻ്റെ വെളിപ്പാടുകൾ നൽകിയിരിക്കുന്നത്. വിശകലനം ചെയ്തോ അതിന് കുഴപ്പമില്ല. വിശകലനം ചെയ്തിട്ടും എൻ്റെ ബുദ്ധിയിൽ ഒതുങ്ങാത്തതാണെങ്കിലും വിശ്വാസത്താൽ ഞാനത് സ്വീകരിക്കുന്നു, അംഗീകരിക്കുന്നു. അപ്പോൾ ദൈവവചനം വിശ്വസിക്കാത്തവർക്ക് കർത്താവ് ശാസന കൊടുത്തു. എല്ലാം വിശ്വസിക്കാത്തവർക്ക് വ്യാഖ്യാനിച്ച് കർത്താവ് നൽകുകയും ചെയ്യും. അത് കർത്താവിൻ്റെ ഒരു സ്നേഹമാണ്. 2-ാമത്തെ മുന്നറിയിപ്പ് മത്തായി 21:16-17 അവിടെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ഒരിക്കലും വായിച്ചിട്ടില്ലയോ? അന്നത്തെ യഹൂദന്മാരോട് കർത്താവ് ചോദിച്ചൊരു ചോദ്യമാണ്. നിങ്ങൾ ഒരിക്കലും വായിച്ചിട്ടില്ലയോ? അവിടെ കർത്താവ് ചോദിച്ചത്, നിങ്ങൾ ഈ 8-ാം സങ്കീർത്തനം എങ്കിലും യഹൂദന്മാരെ നിങ്ങൾ വായിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ എനിക്ക് ഹോശന്ന പാടുന്ന ഈ പിള്ളേരെ വിലക്കണമെന്ന് നിങ്ങൾ ഒരിക്കലും പറയുകയില്ലായിരുന്നു. കാരണം ഈ കുട്ടികളെക്കുറിച്ച് സങ്കീർത്തനം 8-ൽ പ്രവചനമുണ്ട്. അതിൻ്റെ നിവൃത്തിയായി ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ കർത്താവ് ചോദിച്ചത്, നിങ്ങൾ വായിച്ചിട്ടില്ലയോ? വർഷത്തിൽ ഒരിക്കലെങ്കിലും വേദദിവസവും വായിച്ചു തീർക്കുന്നവർ എത്ര പേരുണ്ട്? എല്ലാ ദിവസവും വേദദിവസം വായിക്കുന്നവർ എത്ര പേരുണ്ട്? എത്രയോ പുസ്തകങ്ങൾ വായിക്കാതെ വിടുന്നു. അപ്പോൾ അവർക്ക് ശാസന. ഒരിക്കലും വായിക്കാത്തവരെ കർത്താവ് വിട്ടുപോകുന്നു. അവിടെ നമ്മൾ അങ്ങനെയാണ് വായിക്കുന്നത്, അവരെ വിട്ടുപോകുന്നു. ലെറ്റ് us കം ബാക്ക് ടു ദ ബൈബിൾ. അത് വളരെ ആവശ്യമായിരിക്കുന്ന ഒരു കാര്യമാണ്. 3-ാമത്തെ കാര്യം യോഹന്നാൻ 12:34 അവിടെ
ക്രിസ്തു എന്നേക്കും ഇരിക്കും, മരിക്കുകയില്ല എന്ന് ന്യായപ്രമാണത്തിൽ ഞങ്ങൾ വായിച്ചു കേട്ടിരിക്കുന്നു. ഇവർ വായിച്ചു കേട്ടിട്ടേ ഉള്ളൂ, വേറെ ആരാണ്ടൊക്കെ വായിക്കുന്നത് കേട്ടതേ ഉള്ളൂ. അപ്പോൾ വായിച്ചു കേട്ടവർക്ക് ശാസന, അത് വേറൊരു മുന്നറിയിപ്പാണ്. എപ്പോഴും നമ്മൾ വായിച്ചു കേൾക്കുന്നു, അല്ലെങ്കിൽ പഠിപ്പിക്കുന്നത് കേൾക്കുന്നു. നമ്മൾ തന്നെ വേദപുസ്തകം തുറന്നൊന്ന് വായിക്കുക. മനസ്സിലാകാത്ത കാര്യങ്ങൾ വിട്ടുകളയെ, മനസ്സിലാകുന്ന കാര്യങ്ങൾ രേഖപ്പെടുത്തി വെച്ച്, മനസ്സിലാകാത്തത് മറ്റുള്ളവരോട് ചോദിച്ച് രേഖപ്പെടുത്തി അത് മറ്റുള്ളവർക്ക് വിശദീകരിച്ചു കൊടുക്കുക വളരെ ആവശ്യമായ ഒരു കാര്യമാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കണം. നാലാമത്തത് മത്തായി 22:31 തിരുവചനം. അവിടെ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായിക കൊണ്ട് നിങ്ങൾ തെറ്റിപ്പോകുന്നു. കർത്താവിനെ ചോദ്യം ചെയ്തായിരിക്കുന്ന പരീശന്മാരോടും ശാസ്ത്രിമാരോടും കർത്താവ് പറയുന്നതാ. അപ്പോൾ വചനം അറിയായിക കൊണ്ട് ശാസന. സദൂക്യരോട്, സദൂക്യര് പഞ്ചഗ്രന്ഥങ്ങൾ വിശ്വസിച്ചിരുന്നു. എന്നാൽ ഈ സദൂക്യർക്ക് പഞ്ചഗ്രന്ഥം വ്യക്തമായിട്ടും അറിയത്തില്ലായിരുന്നു. അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ആ പഠനം മുന്നോട്ട് പോയിരിക്കുന്നത്. അതിൻ്റെ വിശദീകരണത്തിലേക്ക് ഇപ്പോൾ ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നില്ല. തുടർന്ന് നമ്മൾ വായിക്കുന്നു അപ്പോസ്തല പ്രവൃത്തികൾ 13:27 തിരുവചനം. അവിടെ പൗലോസ് ശബ്ബത്തിൽ പള്ളിയിൽ പറഞ്ഞു, യെരുശലേം നിവാസികളും അവരുടെ പ്രമാണികളും അവനെയോ ശബ്ബത്ത് തോറും വായിച്ചു വരുന്ന പ്രവാചകന്മാരുടെ വചനങ്ങളെയോ തിരിച്ചറിയാതെ അവനെ ശിക്ഷയ്ക്ക് വിധിക്കിയാൽ അവയ്ക്ക് നിവൃത്തി വരുത്തിയിരിക്കുന്നു. അപ്പോൾ ഇവരെ ശബ്ബത്തിൽ പള്ളികളിൽ സ്ഥിരമായിട്ട് ദൈവത്തിന്റെ വചനം വായിച്ചു കേട്ടിരുന്നു. ഇവരെല്ലാം വലിയ, ഞങ്ങൾ എന്ത് ഭാഗ്യവാന്മാരാ, ഇത് വായിച്ച് ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുക. ഈ വായിച്ചു കേട്ടത് പൗലോസ് ഇപ്പോൾ അവരുടെ പള്ളിയിൽ പ്രസംഗിക്കുമ്പോൾ പറയുകയാണ്, നിങ്ങളിത് തിരിച്ചറിഞ്ഞില്ലല്ലോ, തിരിച്ചറിയാതെ മശിഹയെ ക്രൂശിച്ചല്ലോ. എത്രയോ വലിയ പാതകമാ. ലോകത്തിലെ പ്രഭുക്കന്മാരെ കുറിച്ച് പൗലോസ് കൊരിന്ത് ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അവിടുന്ന് തേജസ്സിന്റെ കർത്താവായിരുന്നു, അവരത് അറിഞ്ഞില്ല. അറിഞ്ഞെങ്കിൽ അവർ തേജസ്സിന്റെ കർത്താവിനെ എന്ത് ചെയ്യില്ലായിരുന്നു? ക്രൂശിക്കയില്ലായിരുന്നു. അയ്യോ, ഇത് തേജസ്സിന്റെ കർത്താവാണ്, അവനെ ക്രൂശിക്കുക എന്ന് അവർ വിളിച്ചു പറയില്ല. അവർക്ക് ശാസന. ആറാമത്തേത് മുന്നറിയിപ്പ്. യെഹെസ്കേൽ 33:30-33. അതായത് ഈ കുറെ ആൾക്കാരത് ദൈവവചനം കേട്ട് വെച്ചിട്ട് ചുമ്മാ കമന്റ് പറഞ്ഞു വെച്ച് അവർ പോവും. ചുമ്മാ രസത്തിന് കേൾക്കുന്നവര്, എന്നിട്ട് ഒരു കമന്റും പറയും, വലിയ കുഴപ്പമില്ലായിരുന്നു, ഇച്ചിരി സ്പീഡ് കൂടിപ്പോയി, ഒരുപാട് റെഫറൻസുകൾ പറഞ്ഞു, ഇതൊന്നും നോട്ട് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ചിലപ്പോൾ പറയും ഒറ്റ റെഫറൻസും പറഞ്ഞില്ല, ഏതോ സ്വപ്നം കണ്ടിട്ട് അതെല്ലാം കൂടെ കൊണ്ടുവന്ന് പറഞ്ഞു. എന്തെല്ലാം കാര്യങ്ങളാ, ഈ കമന്റ് പറഞ്ഞു പോകുന്നവരെ കുറിച്ചാണ് യെസക്കേൽ 33:30-33 പറഞ്ഞിരിക്കുന്നത്. പ്രവൃത്തികൾ 24:24 ഒരു രാജാവ് പറഞ്ഞു, പൗലോസിന്റെ പ്രസംഗമൊക്കെ കേട്ട് പുള്ളിക്ക് പാവബോധമൊക്കെ വന്നു. പുള്ളി പറഞ്ഞു, ഇനി സമയം കിട്ടുമ്പോഴൊക്കെ പിന്നെ എപ്പോഴേലും സമയമുള്ളപ്പോൾ വന്ന് കേൾക്കാം. അങ്ങനെ അദ്ദേഹം രക്ഷപ്പെട്ടു. നമ്മൾ അങ്ങനെ പ്രതികരിക്കേണ്ടവരല്ല, അവർക്ക് ശാസനയാ ദൈവം കൊടുത്തത്. ഏഴാമത്തേത് മുന്നറിയിപ്പ് 2 പത്രോസ് 3:16, 2 Peter 3:16. ശേഷം തിരുവെഴുത്തുകളെ അവരെന്ത് ചെയ്യുന്നു? കോട്ടിക്കളയുന്നു. പൗലോസിന്റെ തിരുവെഴുത്തുകളിൽ മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള പ്രൊഫൗണ്ട് ആയിട്ടുള്ള റെവലേഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നതും എല്ലാം ഇവർ കോട്ടിക്കളയുക. അപ്പോൾ ദേ ആർ പെർവേർട്ടിങ് ദ ഹോളി സ്ക്രിപ്റ്റേഴ്സ്. അത് അവരുടെ ജോലിയാണ്. അവർക്ക് കർത്താവ് മുന്നറിയിപ്പ് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. 8 യിരെമ്യാവ് 15:16 നമുക്ക് സുപരിചിതമായ ഒരു വാക്യമാണ്. ദൈവമേ, അങ്ങയുടെ വചനം ഞാൻ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു, അതെന്റെ ഹൃദയത്തിന് ആനന്ദവും സന്തോഷവുമായി. യിരെമ്യാവിന്റെ ജീവിതമാണ്. ദൈവത്തിന്റെ വചനം എനിക്ക് ആനന്ദവും സന്തോഷവും പകർന്നു തന്നു. അപ്പോൾ നാം വചനം കണ്ടെത്തി ഭക്ഷിക്കുന്നവരാണോ? അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ശാസനയുണ്ട്. 9-ാമത്തേത് നെഹമ്യാവ് 8:14-15 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അവര് നൂറ്റാണ്ടുകൾ ദൈവത്തിന്റെ ന്യായപ്രമാണം വായിക്കാതിരുന്നു. എന്നാൽ അന്ന് പ്രത്യേകിച്ച് ദൈവവചനമൊക്കെ ഇങ്ങനെ വായിച്ചു വന്നു കഴിഞ്ഞപ്പോൾ കൂടാരപ്പെരുന്നാൾ ആഘോഷിക്കണം എന്നുള്ളൊരു കൽപ്പന കണ്ടു. അവരുടനെ അതിന് തീരുമാനമെടുത്തു. ഈ കൂടാരപ്പെരുന്നാള് ക്രമമനുസരിച്ച് 1-ാമത്തെ പെരുന്നാളൊന്നും അല്ല. ആ ക്രമം അനുസരിച്ച് 1-ാമത്തെ പെരുന്നാൾ ഏതാണെന്നൊക്കെ പഠിച്ചിട്ട് 1-ാമത്തെ തൊട്ട് തുടങ്ങാം. അത് കഴിഞ്ഞ് ഈ കൂടാരപ്പെരുന്നാൾ അങ്ങ് ആഘോഷിച്ചാൽ മതി എന്ന് ഏതെങ്കിലും ഒരു പണ്ഡിതൻ പറഞ്ഞാൽ ചിലപ്പം ഒരുപാട് ആൾക്കാർ പറയുന്ന അങ്ങനെയൊക്കെ മതി. അവരങ്ങനെയൊന്നും ചിന്തിച്ചില്ല. കൂടാരപ്പെരുന്നാൾ ആഘോഷിക്കണം എന്നുള്ളത് എഴുതി അവർ കൂടാരപ്പെരുന്നാൾ ആഘോഷിക്കാൻ എഫർട്ട് എടുത്തു, അതിന് ചെലവഴിച്ചു, അധ്വാനിച്ചു, മരം മുറിച്ചുകൊണ്ട് വന്നു. അന്ന് വലിയ സന്തോഷം ഇസ്രായേലിലുണ്ടായി.
ദൈവവചനം വായിക്കുമ്പോൾ ബോധ്യപ്പെടുന്നത് അനുസരിച്ചാൽ നമ്മുടെ ഹൃദയത്തിന് സന്തോഷം. അനുസരിക്കുന്നത് യാഗത്തെക്കാളും ഒക്കെ നല്ലതാണെന്ന് ശമൂവേലിൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന വളരെ സത്യമായ ഒരു കാര്യമാണ്. അപ്പോൾ ഇത് വളരെ ശ്രദ്ധിക്കേണ്ടത്. 10ാമത് ഒരു മുന്നറിയിപ്പുള്ളത് യാക്കോബിൻ്റെ ലേഖനം 4:5 നമ്മൾ വായിക്കുന്ന ഒരു പ്രയോഗമുണ്ട്. തിരുവെഴുത്തുകൾ വെറുതെ സംസാരിക്കുന്നുവോ? അതിന് വേറെ കുറച്ച് ആഴമായ ആശയമുണ്ട്, അതിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പം നമ്മൾ ഓർക്കണം, ഈ തിരുവെഴുത്ത് ഇതൊക്കെ എത്ര തവണ കേട്ടതാണ് ഈ വാക്യത്തെക്കുറിച്ചുള്ള പ്രഭാഷണങ്ങൾ. ഇത് എത്രയോ ഇങ്ങനെയുള്ള ചിന്തകൾ നമ്മുടെ ഹൃദയത്തിൽ വന്നാൽ ഒന്നും സംഭവിക്കുകയില്ല. ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത് ഒരു 100 പ്രാവശ്യം ഒരേ കാര്യം വായിച്ച് ധ്യാനിച്ചാലും അത് ആനന്ദമാണ്. അതിനെക്കുറിച്ച് കൂടുതൽ ഇല്ലുമിനേഷൻ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് തരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 11ാമത്തെ മുന്നറിയിപ്പ് യിരെമ്യാവ് 23:18. അവിടെ നാം ദൈവത്തിൻ്റെ വചനം ശ്രദ്ധിച്ചു കേൾക്കുന്നവരാണോ? ഞാൻ ഇവിടെ വരാത്ത എല്ലാ സൺഡേകളിലും ഞാൻ ചിലരോട് ചോദിക്കാറുണ്ട്, ഇന്ന് ഞായറാഴ്ചത്തെ ശുശ്രൂഷയിലെ വിഷയം എന്തായിരുന്നു? ബ്രദറെ, അത് ബൈബിളിൽ നിന്നാണ് പ്രസംഗിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ ചോദ്യം അതല്ല, ഇന്ന് ഏത് വിഷയത്തെക്കുറിച്ചാണ് സംസാരിച്ചത്? അത് പുതിയ നിയമത്തിലുള്ള ഏതോ ഒരു വിഷയമാണ്. അതുമല്ല എൻ്റെ ചോദ്യം, ഏത് വിഷയമാണ്? നമ്മൾ ദൈവത്തിൻ്റെ വചനം കേട്ട് ഇവിടുന്ന് പോയി കഴിയുമ്പോഴേ അത് മുഴുവൻ മറന്നു പോവുക. അതിനുള്ള ഒരു മെത്തേഡ്, എപ്പോഴും ദൈവവചനം പഠിക്കുകയും ഒരു നോട്ട്, ഒരു ഡയറി പ്രിപ്പയർ ചെയ്യുകയും ചെയ്യുക. പേപ്പറിൽ എഴുതരുത്, അത് നമ്മൾ പറപ്പിച്ച് കളയും. ഡയറി പ്രിപ്പയർ ചെയ്യുക, എഴുതി പ്രിപ്പയർ ചെയ്യുക, അത് ക്രോഡീകരിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. അത് വളരെ സഹായകരമാണ്. അപ്പോൾ 12ാമത്തെ ഒരു മുന്നറിയിപ്പ്, നാം യിരെമ്യാവ് 36-ാം അധ്യായം പിന്നെ നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി. അതായത് വചനം പ്രചരിപ്പിക്കുന്നവരാണോ അതോ വചനം നശിപ്പിക്കുന്നവരാണോ? അവിടെ ഒരു രാജാവ് വചനം കേൾക്കുന്നതനുസരിച്ച് അത് വലിച്ചു കീറിയ തീയിലോട്ടിടും, നശിപ്പിക്കുക. ദൈവത്തിൻ്റെ വചനം തീയ്ക്കാണ്, തീയോട് ഓർമ്മിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദൈവവചനമാകുന്ന തീയിലേക്ക് നമ്മൾ വീഴുകയാണോ അതോ ദൈവവചനത്തെ തീയിലേക്ക് ഇടുന്നവരാണോ? നമ്മോടുള്ള ദൈവത്തിൻ്റെ ഒരു മുന്നറിയിപ്പാണ്. 13, അതായത് നമ്മുടെ കർത്താവ് ഈ ലോകത്തിലായിരുന്നപ്പോൾ പലപ്പോഴും മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിലും പല ഭാഗങ്ങളിലും നിങ്ങൾ മനുഷ്യൻ്റെ സമ്പ്രദായങ്ങളെ പ്രമാണിക്കുന്നു, പാരമ്പര്യങ്ങൾ പ്രമാണിക്കുന്നു, അതിന് കർത്താവ് മുന്നറിയിപ്പ് കൊടുത്തു. അപ്പോൾ ഇങ്ങനെയുള്ള 13 അല്ലെങ്കിൽ അതിലധികം മുന്നറിയിപ്പുകൾ ദൈവവചനത്തിൽ കൊടുത്തിരിക്കുന്നത് നമുക്ക് വരുന്ന ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ വചനം വളരെ ഗൗരവമായിട്ട് വായിക്കുവാനും പഠിക്കുവാനും അതുപോലെ ശരിക്കും ഇത് മനസ്സിലാക്കുവാനും സഹായകരമായൊരു കാര്യമാണ്. ഇത്രയും സമയം നമ്മളിവിടെ ഇരുന്ന് ഈ ദൈവവചനത്തിൻ്റെ ഈ പ്രാധാന്യം എല്ലാം കേൾക്കുകയും ദൈവം തൻ്റെ വചനം തൻ്റെ ജനത്തിലേക്ക്, ദൈവസഭയ്ക്കും ഇസ്രായേലിനും ഒക്കെ എത്തിച്ച ആ വിധങ്ങളൊക്കെ നമ്മൾ കേൾക്കുകയും ചെയ്തപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകാനായിട്ട് കർത്താവെ ഞാൻ എൻ്റെ ജീവിതത്തെ സമർപ്പിക്കുന്നു എന്ന് പറയാനായിട്ട് നമുക്ക് ഇടയായി തീരേണ്ടതാണ്. ഈ ഒരു കാര്യം, 1-2 കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ 7 സഭകൾക്ക്, ആസിയിലെ 7 സഭകൾക്ക് കർത്താവ് സന്ദേശം കൊടുക്കുമ്പോൾ ലവോദിക്യ സഭ അവരെക്കുറിച്ച് ഒരു നല്ല കാര്യവും പറയുന്നില്ല. എന്നാൽ കർത്താവ് അവർക്ക് പരിചയപ്പെടുത്തുന്നത് വെളിപ്പാട് 3:14 കൊടുത്തിട്ടുണ്ട്. വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയായി ദൈവസൃഷ്ടിയുടെ ആരംഭമായ അല്ലെങ്കിൽ ദൈവസൃഷ്ടിയുടെ മുഖാന്തരമായ ആമേൻ എന്നുള്ളവൻ അരുളി ചെയ്യുന്നു. അതാണ് ഈ ലവോദിക്യ സഭയോട് കർത്താവ് സംസാരിക്കുമ്പോൾ കർത്താവ് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് ആമേൻ എന്നുള്ളവൻ അരുളി ചെയ്യുന്നു. ആമേൻ അല്ലെങ്കിൽ സത്യം എന്ന് പറഞ്ഞാൽ ഈ അസത്യങ്ങളുടെ ലോകത്തിൽ അല്ലെങ്കിൽ അനിശ്ചിതത്വങ്ങളുടെ ലോകത്തിൽ അംഗീകരിക്കേണ്ട സത്യമാണ് കർത്താവ്. അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അപ്പോൾ പറഞ്ഞതിൻ്റെയോ അല്ലെങ്കിൽ പറയാൻ പോകുന്നതിൻ്റെയോ ഒരു ഉറപ്പ് എന്നുള്ള രീതി, ഒരാശയമാണ് ആമേൻ എന്നുള്ളതിന് അതിൻ്റെ ഒറിജിനൽ ഭാഷയിലൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് ആൾക്കാർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഏതായാലും ഈ ദൈവത്തിൻ്റെ വചനം, ആ ദൈവത്തിൻ്റെ വചനം സത്യമാണ്. അത് സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമായിട്ടുള്ളതാണ്. ആ ദൈവവചനം നമ്മെ സന്ദർശിക്കും, നമ്മെ ശക്തീകരിക്കും. ഈ വചനത്തെ കേട്ട യിരെമ്യാവ് 11:6 യിരെമ്യാവ് ഈ വചനം കേട്ടിട്ട് ആമേൻ യഹോവേ എന്നരുളി ചെയ്തു. അങ്ങനെ തന്നെ വരട്ടെ കർത്താവേ, അങ്ങയുടെ വചനം എന്നെ കേൾപ്പിക്കുക. ആ ദൈവത്തിൻ്റെ വചനം എൻ്റെ കാതുകളിലേക്ക്, എൻ്റെ ഹൃദയത്തിലേക്ക് വരട്ടെ, ആമേൻ എന്ന് പറഞ്ഞു.
ദൈവം അതിന് പ്രതികരണം കൊടുത്തത് എന്താ? ദൈവം അതിന് പ്രതികരണം കൊടുത്തു. യിരെമ്യാ 11:6 ഈ വചനങ്ങളെ പട്ടണങ്ങളിലും വീതികളിലും വിളിച്ചു പറയുക. യിരെമ്യാവിനോട് ദൈവം കൊടുത്തൊരു കാര്യമാണ്. യിരെമ്യാവിന് വളരെ പരിഹാസമുണ്ട്, എതിർപ്പുകളുണ്ട്, തന്റെ ജീവൻ അപകടത്തിലാണ്, നിന്നയാണ് താൻ നേരിടുന്നത്. ഇസ്രായേൽ തന്നെ നഖശികാന്തം എതിർത്തുകൊണ്ടിരിക്കുക. അങ്ങനെയുള്ള യിരെമ്യാവിനോട് ദൈവം പറഞ്ഞു, ഈ ദൈവത്തിന്റെ വചനം, നീ ആമേൻ പറഞ്ഞ ദൈവത്തിന്റെ വചനം, നീ സ്വീകരിച്ച ഈ ദൈവത്തിന്റെ വചനം എല്ലാ പട്ടണങ്ങളിലും പോയി വിളിച്ച് പറയുക. 11:3 യിരെമ്യാ 11:3 വചനങ്ങളെ കേട്ടനുസരിക്കാത്തവൻ ശപിക്കപ്പെട്ടവൻ എന്ന് പറയുക. അനുസരിച്ചാൽ ഞാൻ ദൈവവും നിങ്ങൾ എനിക്ക് ജനവും ആയിരിക്കും എന്നും അവരോട് പറയുക. അപ്പം ഉത്തരവാദിത്തങ്ങൾ അവർക്ക് കൊടുത്തു. അപ്പോൾ നമ്മൾ ചിന്തിച്ചത്, യഹോവയുടെ ശബ്ദം നമുക്ക് ശക്തി പകരുന്നു, സന്തോഷവും സമാധാനവും ധൈര്യവും ദൗത്യ നിർവഹണത്തിനുള്ള ആഹ്വാനവും നൽകുന്നതാണ് യഹോവയുടെ ശബ്ദം. അതാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. അത് ഫലങ്ങൾ ഉളവാക്കുന്നതാണ്. ദൈവിക വെളിപ്പെടുത്തലുകളുടെ 2 വാല്യങ്ങൾ, സൃഷ്ടിയും ദൈവത്തിൻ്റെ വചനവും. ഇത് രണ്ടും, ദൈവത്തിൻ്റെ സൃഷ്ടി, ദൈവം സർവശക്തനാണെന്നും ദൈവം സർവജ്ഞാനിയാണെന്നും ഒക്കെ നമ്മോട് പറയുമ്പോൾ, ഈ ദൈവത്തിൻ്റെ വചനം ദൈവജനവുമായി ഉടമ്പടിയിലേക്ക് പ്രവേശിക്കുന്ന ഒരു ദൈവത്തെ പരിചയപ്പെടുത്തുന്നു. എന്നോട് ഉടമ്പടി ചെയ്ത പുതിയ നിയമത്തിൻ്റെ സ്ഥാപകനായ കർത്താവിനെ എനിക്ക് വെളിവാക്കി തരുന്നു. അപ്പോൾ അതിനുശേഷം ദൈവമക്കൾക്കുള്ള ഒരു നിയമനമുണ്ട്. അത് ദൈവത്തിൻ്റെ വായിൽ നിന്നും വചനം കേൾക്കുക. അതിന് ഞാൻ നിന്നെ നിയമിച്ചിരിക്കുന്നുവെന്ന് പൗലോസിനോട് നമ്മുടെ കർത്താവ് പറഞ്ഞത് നമുക്കും ബാധകമാണ്. വചനത്തോട് ബന്ധപ്പെട്ട 15 മുന്നറിയിപ്പുകൾ ഇന്ന് നമ്മൾ ചിന്തിച്ചു. വിശ്വസിക്കാത്തവർക്ക് ശാസന, കേവലം വായിച്ച് കേൾക്കുന്നവർക്ക് ശാസന, വായിക്കാത്തതിൽ ശാസന, അറിയായിക കൊണ്ട് ശാസന, തിരിച്ചറിയായികയാൽ ശാസന, കേട്ട് കമന്റ് പറയുന്നവർക്ക് ശാസന, കൂട്ടിക്കളയുന്നവർക്ക് ശാസന, കണ്ടെത്തി ഭക്ഷിക്കാത്തവർക്ക് ശാസന, പിന്നെ കണ്ടെത്തി അനുസരിക്കാത്തവർക്ക് ശാസന, വെറുതെ എന്ന ചിന്താഗതിക്കാർക്ക് ശാസന, ശ്രദ്ധിച്ച് കേൾക്കാത്തവർക്ക് ശാസന, വീണ്ടും പ്രചരിപ്പിക്കാത്തവർക്കും നശിപ്പിക്കുന്നവർക്കും ശാസന, വചനം വിട്ട് മനുഷ്യ സമ്പ്രദായത്തിലേക്ക് തിരിയുന്നവർക്കും ശാസന. ദൈവത്തിൻ്റെ സ്വരം 13 രീതികളിൽ കേട്ടു എന്ന് നമ്മൾ കേട്ടു. എനിക്ക് തോന്നുന്നു നമ്മളിന്ന് പാടിയ ആ ഒരു പാട്ട്, ആ പാട്ടിൽ അതിൻ്റെ മനോഹരമായ ഒരു സ്റ്റാൻസയുണ്ട്. ഇമ്പമേറിയ നിൻ അൻപുള്ള സ്വരം മുമ്പേ നടന്നു സദാ കേൾപ്പിക്കണമേ, മുൻപേ നടന്നു സദാ കേൾപ്പിക്കണമേ. നല്ല ദേവനെ ഞങ്ങൾ എല്ലാവരെയും നല്ലോരാക്കി നിന്നിഷ്ടത്തെ ചൊല്ലിടേണമേ, നല്ലോരാക്കി നിന്നിഷ്ടത്തെ ചൊല്ലിടേണമേ. നമുക്ക് തലകളെ വണക്കാം, കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, കരുണയുള്ള കർത്താവേ, ഞങ്ങളോട് നേരിട്ട് ഈ അന്ത്യകാലത്ത് പിതാവേ അങ്ങയുടെ പുത്രമുഖാന്തരം അവിടുന്ന് സംസാരിച്ചതിനായിട്ട് സ്തോത്രം. അതിനുവേണ്ടിയുള്ള ദൈവപുത്രയുടെ മനുഷ്യാവതാരത്തിനായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ശിഷ്യന്മാർക്ക് കൊടുത്ത വചനം അവർ കൈക്കൊണ്ടു, അവരത് പ്രമാണിച്ചിരിക്കുന്നു എന്ന് അങ്ങ് പറഞ്ഞ് ഞങ്ങൾ ഓർക്കുന്നു. കർത്താവെ, ഇന്ന് ദൈവജനമായിരിക്കുന്ന ഞങ്ങൾക്ക്, ദൈവസഭയ്ക്ക് അവിടുത്തെ വചനം ഞങ്ങൾക്ക് തന്നിരിക്കുന്നതിനായിട്ട് സ്തോത്രം. അങ്ങ് ഞങ്ങളോട് സംസാരിക്കുന്ന ആ നല്ല വചനമാധ്യമത്തിനായിട്ട് സ്തോത്രം. അത് വായിക്കുവാൻ, പഠിക്കുവാൻ, ധ്യാനിക്കുവാൻ, ഞങ്ങളുടെ ജീവിതത്തിന് രൂപാന്തരം വരുവാൻ കർത്താവെ ഞങ്ങളെ തന്നെ അവിടുത്തെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. അങ്ങയുടെ ശബ്ദം ഏതെല്ലാം രീതികളിൽ, ഏതെല്ലാം വിധത്തിൽ, ഏതെല്ലാം വ്യക്തികളെ കേൾപ്പിച്ചു, ഞങ്ങളെയും കേൾപ്പിക്കുന്നതിനായിട്ട് സ്തോത്രം. ഇനിയും ഞങ്ങളെ കേൾപ്പിക്കണമേ കർത്താവെ. അങ്ങയുടെ ശാസനകൾ ശിരസ വഹിക്കുവാൻ ഞങ്ങൾക്ക് വേണ്ട ജ്ഞാനവും വിവേകവും ബുദ്ധിയും തരണമേ. ദൈവത്തിൻ്റെ വചനം ഞാൻ കണ്ടെത്തി ഭക്ഷിച്ചു, അതെനിക്ക് സന്തോഷവും സമാധാനവുമായി എന്ന് യിരെമ്യാ പ്രവാചകൻ പറഞ്ഞതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്യുന്നവരുമാക്കി ഞങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ അങ്ങയുടെ വചനത്തിലേക്കുള്ള ഒരു മടങ്ങിവരവ് എനിക്കും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും സമ്മാനിക്കണമേ. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. എല്ലാ മഹത്വവും ഞങ്ങളവിടുത്തെ പാദപീഠത്തിൽ സമർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ.